ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും 40 കൂട്ടായ്മയുടെ സഹായത്താൽ എന്നെ ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ആം, നമ്മള് പറഞ്ഞു വന്നത് ഉം, ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. അതായത് നമ്മുടെ വ്യക്തികഥകളാണ്. നമുക്കിന്ന് പറയാനുള്ളത് ടീനേജേഴ്സ് ഡിസിഷൻ. നമുക്ക് ഈ ചെറു കഥകളെല്ലാം ചെറിയ ചെറിയ കഥകളാണ്. പലരും അത് ഓരോ വിഭാഗമായിട്ടാണ് ഈ മൂന്നാമത്തെ എഡിഷൻ മുതൽ പല ആ, കഥകളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവര് കറക്റ്റ് സമയത്ത് നിർത്തി, ചിലര് അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലെത്തി എന്നൊക്കെ ഉള്ള രീതിയിൽ പല വിഭാഗങ്ങൾ. അപ്പൊ ഇതെല്ലാം ഒരു ചെറിയ കഥകൾ പോലെയാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് പിന്നെ പോവാണ്. അതിന്റെ ഓദറിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. എ ടീനേജേഴ്സ് ഡിസിഷൻ, ഒരു ടീനേജറിന്റെ തീരുമാനം. ജസ്റ്റ് 3 years ഓഫ് ഡ്രിങ്കിങ് പുഷ്ഡ് എ ഷൈ. അതായത് 3 വർഷത്തെ കുടി വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന ലോൺലി, ഏകാന്തത വരുന്ന യങ് ഗേൾ ടു ദി ഡെപ്ത് ഓഫ് എ ഡിപ്രഷൻ. നിരാശയുടെ അങ്ങ് കുഴിയിലേക്ക് ആ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു. ഔട്ട് ഓഫ് ഷിയർ ഡിസ്പെയർ ഷി കോൾഡ് ഫോർ ഹെൽപ്പ്. അങ്ങനത്തെ ഉള്ള ആ നിരാശയുടെ പടുകുഴിയിൽ വെച്ച് അവള് സഹായത്തിനായി അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. ഐ ഹാഡ് മൈ ഫസ്റ്റ് ഡ്രിങ്ക് വെൻ ഐ വാസ് 15. എൻ്റെ ആദ്യത്തെ കുടി ഉണ്ടായത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആൻഡ് മൈ ആൽക്കഹോളിക് പൊട്ടൻഷ്യൽ ഹാഡ് റിപ്പൻഡ് മീ ടു ദ പോയിന്റ് ഓഫ് നെസസറി എസ്കേപ്പിസം. അപ്പം ഈ മദ്യാസക്തി എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അത് എന്നെ ആ, പല കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞാൻ സ്വീകരിച്ചിരുന്നത്. ഐ നീഡഡ് ആൽക്കഹോൾ ഫ്രം ദാറ്റ് നൈറ്റ് ഓൺ. ആ രാത്രി മുതൽ എനിക്ക് മദ്യം ആവശ്യമാണ്. ആൻഡ് ഇറ്റ് ഇൻ ടേൺ യൂസ്ഡ് മീ റൂളിങ് മൈ ലൈഫ് ഫോർ 3 years. അതുകൊണ്ട് തന്നെ അതെൻ്റെ ജീവിതത്തിൽ മദ്യം എൻ്റെ ജീവിതത്തെ നയിച്ചു 3 വർഷക്കാലം. ഐ നെവർ ഡ്രാങ്ക് സോഷ്യലി. ഞാൻ ഒരിക്കലും പൊതു സാമൂഹ്യപരമായ ചുറ്റുപാടിൽ കുടിച്ചില്ല. ഐ ഡ്രാങ്ക് ആസ് ഓഫൺ ആൻഡ് ആസ് മച്ച് ആസ് ഐ കുഡ്. ഞാൻ എപ്പോഴും എന്തുമാത്രം കുടിക്കാമോ അത്രമാത്രം കുടിച്ചുകൊണ്ടേയിരുന്നു. മൈ ഇവൻച്വൽ ഗോൾ വാസ് ടു ഡ്രിങ്ക് മൈസെൽഫ് ടു ഡെത്ത്. എൻ്റെ യഥാർത്ഥത്തിലുള്ള, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുടിച്ചു മരിക്കുക എന്നുള്ളതായിരുന്നു. ഓൾ മൈ ലൈഫ്, എൻ്റെ മൊത്തം ജീവിതത്തിൽ ഇറ്റ് സീംഡ്, ഇങ്ങനെ കാണപ്പെട്ടു, വാസ് സ്പെൻഡ് ഓൺ ദ ഔട്ട് സൈഡ് ലുക്കിംഗ് ഇൻ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പുറമേ ഞാൻ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന രീതിയിലായിരുന്നു. ഐ ഹാഡ് ബീൻ അൺഹാപ്പി. പുറമേ നിന്ന് കാണുന്ന രീതിയിലായിരുന്നില്ല. ഞാൻ അസന്തുഷ്ടിയുള്ളവളായിരുന്നു, ലോൺലി, ഏകാന്തത അനുഭവിച്ചുള്ളായിരുന്നു. ആൻഡ് സ്കേർഡ് ഫോർ, ഞാൻ ഭയപ്പെട്ടിരുന്നു. സോ ലോങ് ദാറ്റ് ദ ഡിസ്കവറി ഓഫ് ലിക്കവർ. അങ്ങനെ ഞാൻ മദ്യത്തെ കണ്ടുപിടിച്ചു. സീം ടു ബി ദ ആൻസർ ടു ഓൾ മൈ പ്രോബ്ലംസ്. അങ്ങനെ അതെനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായി മാറി. ബട്ട് ഇറ്റ് ബിഗാൻ ടു ബി ആൻ ഓഫുള്ളി പെയിൻഫുൾ ആൻസർ ആസ് ഹാങ് ഓവേഴ്സ്. പക്ഷേ പലപ്പോഴും ഇത് ദുരിതം പിടിച്ച ചില വേദനാജനകമായ ഉത്തരങ്ങളാണ് മദ്യം മൂലം എനിക്ക് കിട്ടിയത്. ഹാങ് ഓവർ ഉണ്ടായി, ബ്ലാക്ക് ഔട്ട്സ്, എനിക്ക് പലപ്പോഴും അബോധാവസ്ഥയിലെത്തുന്ന അവസ്ഥ, ട്രബിൾ, പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. ആൻഡ് റിമോഴ്സ് സെറ്റിൻ. എനിക്ക് പലരോടും വളരെയധികം അവജ്ഞകളും ഉണ്ടായി, അല്ലെങ്കിൽ വിരോധമുണ്ടായി, അല്ലെങ്കിൽ അവരോട് ദേഷ്യമുണ്ടായി. മൈ പാരൻസ് കാർ ഹാഡ് എ സ്ട്രോങ് അട്രാക്ഷൻ ടു ഫെൻസസ്. അതായത് പലപ്പോഴും എൻ്റെ വീടിന്റെ വേലികളിൽ എൻ്റെ മാതാപിതാക്കന്മാരുടെ കാർ കൊണ്ടുപോയി ഞാൻ ഇടിച്ചു. ആൻഡ് വൺ നൈറ്റ് ഐ ബ്ലാക്ക്ഡ് ഔട്ട് ആൻഡ് ഡ്രോവ് ദ കാർ ഡൗൺ എ ബാങ്ക്. അങ്ങനെ ഞാൻ ഒരു ദിവസം ബ്ലാക്ക് ഔട്ടായി, അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിട്ട് ഞാൻ എൻ്റെ കാർ ഓടിച്ചുകൊണ്ട് ബാങ്കിലേക്ക് പോയി. റാമിങ് ദ സ്റ്റീൽ ഫെൻസ് അറൌണ്ട് സമ്മൺസ് ബാക്ക് യാർഡ്. അങ്ങനെ പിന്നീട് ഒരു സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ വേലിക്കെട്ട് ഞാൻ ഇടിച്ചു പൊളിച്ചു. ആരുടെയോ ഈ വീടിന്റെ പുറകിലുള്ള ബാക്ക് യാർഡിലുള്ള, അല്ലെങ്കിൽ വീടിന്റെ പുറകിലുള്ള സ്ഥലത്ത് കെട്ടിയിരുന്ന സ്റ്റീൽ കമ്പികൾ കൊണ്ടുള്ള വേലിക്കെട്ടുകൾ ഞാൻ ഇടിച്ചു പൊളിച്ചു. ബൈ ദ ടൈം ഐ ഫിഗർഡ് ഔട്ട് വാട്ട് വാസ് ഹാഡ് ഹാപ്പൻ. ആ സമയത്തേക്കും എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഐ സോ 2 ഫ്ലാഷിംഗ് റെഡ് ലൈറ്റ്സ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടു മിന്നിമറയുന്ന 2 ചുവന്ന വെളിച്ചം, സ്റ്റോപ്പ് സ്ക്വാഡ് കാർസ്. അത് പോലീസുകാരുടെ വണ്ടികളായിരുന്നു. സെഡേറ്റ്ലി കമ്മിങ് അറൌണ്ട് ദ കോർണർ. അവർ പെട്ടെന്ന് ഞാൻ അബോധാവസ്ഥയിൽ ഇരിക്കുന്ന എൻ്റെ അടുത്തേക്ക് അവർ വന്നു. ഐ സർട്ടൻലി വാസ് ഇൻ മൈ ഷൈ ക്വിറ്റ് സെൽഫ് ദാറ്റ് നൈറ്റ്. ഞാൻ അത്രമാത്രം ഷൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടൊരു അവസ്ഥയിൽ നിന്ന് വന്നിട്ട് പോലും ആ രാത്രി ഒന്നും ഞാൻ മദ്യം ഉപേക്ഷിച്ചില്ല. ആസ് ഐ വാസ് ഇൻഫോംഡ് ദ നെക്സ്റ്റ് മോർണിംഗ്. ഞാൻ അടുത്ത ദിവസം രാവിലെ എന്നെ ഇത് കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഇറ്റ് വാസ് എ പ്രെറ്റി ബ്ലറി നൈറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെയാണ് ഞാൻ ഇതൊക്കെ മനസ്സിലായത്. കാരണം ഇതെല്ലാം ഇരുളടഞ്ഞ ഒരു രാത്രിയായിരുന്നു.
ഐ കുഡ് ഹാർഡ്ലി സീ അറ്റ് ഓൾ. എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആൻഡ് മൈ മെമ്മറി കെപ്റ്റ് എലൂഡിങ് മീ. പലപ്പോഴും എൻ്റെ ഓർമ്മകൾ എന്നെ മറയ്ക്കപ്പെട്ടു. ഐ ഡു റീകോൾ ലൈയിങ് ഓൺ എ കോൾഡ് സിമെന്റ് ഫ്ലോർ. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയ ഓർമ്മകളിൽ എനിക്കുണ്ട്, ഞാൻ തണുത്തുറഞ്ഞ സിമെന്റ് തറയിൽ കിടക്കുന്നത്. ആൻഡ് ഷെഡിങ് ഇൻ ടു ലിറ്റിൽ ബിറ്റ്സ് സെവറൽ പീസസ് ഓഫ് സ്റ്റോളൻ ഐഡന്റിഫിക്കേഷൻ കാർഡ്. പിന്നീട് എൻ്റെ പല തിരിച്ചറിയൽ കാർഡുകൾ പല പല കഷ്ണങ്ങളായി, സെവറൽ പീസസ് ആയി അവിടെ കിടക്കുന്ന കണ്ട്. with several pieces of stolen identification card. ഇപ്പം and washing my face in the toilet while trying to sober up. അതായത് എൻ്റെ മുഖം ഞാൻ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി, എനിക്ക് സുബോധാവസ്ഥയിൽ ഇരിക്കേണ്ടത്. ആൻഡ് സ്ക്രീമിങ് ഹിസ്റ്റീരിക്കലി. പിന്നീട് ഞാൻ പലപ്പോഴും അലമുറയിടാൻ തുടങ്ങി വളരെ ശബ്ദത്തിൽ. വൈൽ ക്ലിഞ്ചിങ് ടു ബാർസ് ടു ഹൈ ടു സീ ഔട്ട് ഓഫ്. പലപ്പോഴും ഞാൻ എൻ്റെ ജനലിൻ്റെ ബാറുകൾ വെച്ചിട്ട് കാണാൻ തുടങ്ങി. ആൻഡ് കേഴ്സിങ് എവരി വൺ ദാറ്റ് കെയിം നിയർ മീ. എല്ലാവരോടും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ മോശത്തിൽ പെരുമാറാൻ തുടങ്ങി. നാച്ചുറലി, വളരെ പതുക്കെ. ദിസ് എക്സ്പീരിയൻസ് ഡിഡിൻ സ്റ്റോപ്പ് മീ. ഈ അനുഭവങ്ങളൊന്നും എന്നെ കുടി നിർത്താൻ സഹായിച്ചില്ല. ഇറ്റ് ഓൺലി ബിക്കേം അനദർ എക്സ്ക്യൂസ് ടു ഡ്രിങ്ക്. പിന്നീട് ഇതെല്ലാം എന്നെ മറ്റൊരു കുടിയിലേക്കുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ന്യായീകരണങ്ങളായി മാറി. ഐ ലോസ്റ്റ് മൈ ഡ്രൈവേഴ്സ് ലൈസൻസ്. അങ്ങനെ എനിക്ക് എൻ്റെ ഡ്രൈവർ ലൈസൻസ് നഷ്ടപ്പെട്ടു. വാസ് മെയ്ഡ് എ വാർഡ് ഓഫ് ദ കോർട്ട്. അതായത് കോർട്ടിന്റെ ആജ്ഞപ്രകാരം എൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു. ആൻഡ് വാസ് പുട്ട് ഓൺ പ്രൊബേഷൻ. എന്നെ നല്ല നടപ്പിന് വിധിച്ചു. നോട്ട് ടു മെൻഷൻ ദ ഫാക്ട് ദാറ്റ് ഐ മൈറ്റ് ഹാവ് കിൽഡ് 3 ഫ്രണ്ട്സ് ആൻഡ് മൈസെൽഫ്. അതായത് അതിനകത്തൊരു സത്യം അവരെ എഴുതിയില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ പ്രൊബേഷൻ തന്നതെന്ന്. ചിലപ്പോൾ നീ ഒരു 3 കൂട്ടുകാരെയെങ്കിലും കൊല്ലും, നീയും കൊല്ലപ്പെടും. അത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഈ പ്രൊബേഷൻ തരുന്നതെന്ന് കോർട്ട് ഏതായാലും അവിടെ എഴുതിയില്ല. അത് നല്ല കാര്യം. നൺ ഓഫ് ദിസ് റിയലി ഇംപ്രസ്ഡ് മീ. ഇതൊന്നും എന്നെ വലിയ ഇംപ്രസ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. സൂൺ ഇറ്റ് ബിക്കം അപ്പാരന്റ് ദാറ്റ് മൈ സ്കൂളിംഗ് none of this really impressed me. Soon it became apparent that my schooling was interfering with my drinking. അപ്പോൾ എൻ്റെ സ്കൂളിലെ പോക്കുകൾ മദ്യമായിട്ട് കൂട്ടിച്ചേരാൻ തുടങ്ങി. വിത്തൗട്ട് ഹെസിറ്റേഷൻസ്, യാതൊരുവിധ എതിർപ്പുകളും കൂടാതെ, മടിയും കൂടാതെ. ഐ ഡിഡ് ദ ഓൺലി ലോജിക്കൽ തിങ്, റൺ അവേ ഫ്രം ഹോം. ഞാൻ ഒരു കാര്യം മാത്രം, ഒന്നും ആലോചിക്കാതെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അന്നേരം തോന്നിയുള്ളൂ: വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോവുക. ഐ വാസ് ഇൻ ദ 4th quarter ഓഫ് മൈ സീനിയർ ഇയർ അറ്റ് ഹൈസ്കൂൾ. അന്നേരം ഞാൻ എൻ്റെ 4ാമത്തെ വർഷമാണ് എൻ്റെ ഹൈസ്കൂളിൽ. ആൻഡ് മൈ മദർ വാസ് സിക്ക് ഇൻ ദ ഹോസ്പിറ്റൽ. എൻ്റെ അമ്മയാവട്ടെ വളരെ അസുഖബാധിതയായി ആശുപത്രി കിടക്കുകയാണ്. ക്യാൻ യു പിക്ചർ 2 ഗേൾസ് ഹിച്ചിങ് ദർ വേ ടു ലാസ് വേഗസ് ഫ്രം വാഷിംഗ്ടൺ സ്റ്റേറ്റ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് ഭാവനയിൽ, അതായത് 4 പെൺകുട്ടികൾ ലാസ് വേഗസിലേക്ക് പോവുക, വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ നിന്ന്. അത് നിങ്ങൾക്ക് അമേരിക്കയിലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ നിന്ന് ലാസ് വേഗസിലേക്ക് പോകുന്ന 2 പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? വീട്ടിൽ ഞങ്ങൾ അത് ചെയ്തു. ആൻഡ് സ്പെൻഡ് എ മന്ത് ബ്യൂസിങ് ഇറ്റ് അപ്പ്. അപ്പം ഒരു മാസം ഇത് ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ട് കഴിഞ്ഞു. പോപ്പിംഗ് പിൽസ്, പലപ്പോഴും ഗുളികകൾ കഴിച്ചു. ആൻഡ് സ്മോക്കിംഗ് മറിജോന, ഞങ്ങൾ കഞ്ചാവുകൾ വലിച്ചു. ടേക്കിംഗ് ഷെൽട്ടർ വേർ വി കൂട്ട്, എവിടെയൊക്കെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ അവിടെയൊക്കെ താമസിച്ചു. വിച്ച് ഇൻക്ലൂഡ് എ വെറ്റിനറി ഹോസ്പിറ്റൽ വൺ ഡേ. ഒരു ദിവസം ഞങ്ങളൊരു ഈ മൃഗാശുപത്രിയിൽ ഒരു രാത്രി കഴിഞ്ഞുകൂടി. അക്സെപ്റ്റിംഗ് മീൽസ് ഫ്രം എനിവൺ, ഞങ്ങൾ എല്ലാവരിൽ നിന്നും ഭക്ഷണം സ്വീകരിച്ചു. ആക്ച്വലി ബേക്കിംഗ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ യാചിക്കുകയായിരുന്നു. സ്റ്റീലിംഗ് എനിത്തിങ് വി വെയർ ഇൻ നീഡ് ഓഫ്. എപ്പോ വേണമെങ്കിലും ഞങ്ങൾ കളവ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കട്ടെടുക്കാൻ തുടങ്ങി. വിച്ച് വാസ് അബൌട്ട് എവരിതിങ്, എല്ലാത്തിനും ഞങ്ങൾ തരാൻ തുടങ്ങി. ആക്ച്വലി ബെഗിങ്, സ്റ്റീലിംഗ് ഇൻ തിങ്സ് വെയർ ഇൻ നീഡ് ഓഫ്, വിച്ച് വാസ് അബൌട്ട് എവരിതിങ്. ഇതെല്ലാം എല്ലാത്തിനും കൂടിയായിരുന്നു. ദിസ് എസ്കേപ്സ്, ഈ തരത്തിലുള്ള എസ്കേപ്പിസം ഓൾസോ എൻഡഡ് അപ്പ് ഇൻ ദ ക്ലച്ചസ് ഓഫ് ദ ലോ. അങ്ങനെ ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകാൻ തുടങ്ങി. ആൻഡ് മൈ ഫ്രണ്ട് വാസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോർ 8 months. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ 7 മാസം
ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മൈ ഫ്രണ്ട് വാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ 8 months. 8 മാസം ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്ത്. ഐ ഹാഡ് ടേൺഡ് 18 ഡ്യൂറിങ് ദ ട്രിപ്പ്. എനിക്ക് അന്നേരം 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ ഡിസ്പെൻഡ്ലി റിട്ടേൺഡ് ഹോം ബൈ ജെറ്റ് ഓൺ ഡാഡീസ് ബാങ്ക് ബുക്ക്. അങ്ങനെ ഞാൻ ഐ ഹാഡ് ടേൺഡ് 18 ഡ്യൂറിങ് ദ ട്രിപ്പ്. എനിക്ക് 18 വയസ്സ് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ ഡിസ്പെൻഡ്ലി റിട്ടേൺഡ് ഹോം ബൈ ജെറ്റ്. ഞാൻ ജെറ്റ് വിളിച്ചാണ് പിന്നെ വീട്ടിലേക്ക് വന്നത്. ഓൺ ഡാഡീസ് ബാങ്ക് ബുക്ക്. അതും എൻ്റെ ഡാഡി പേ ചെയ്തതുകൊണ്ട്. ടു എ റിപ്പയർ ഓഫ് മിസറബിൾ ഹർട്ട് പേരൻസ്. ഒരു സെക്കൻഡ്. ഓക്കെ, സോറി. അപ്പൊ എന്റെ ഡാഡിയുടെ പണത്തും കൊണ്ടാണ് ഞാൻ ജെറ്റ് വിളിച്ച് വീട്ടിൽ വന്നത്. ടു എ പെയർ ഓഫ് മിസറബിൾ ഹർട്ട് പേരൻസ്. അതായത് രണ്ട് നിരാശജനകരായ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന രണ്ട് മാതാപിതാക്കന്മാരുടെ ഇടയിലേക്ക്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ബിഗാൻ ടു ഹേറ്റ് മൈസെൽഫ്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എന്നെ തന്നെ വെറുക്കാൻ തുടങ്ങിയത്. ആൻഡ് ഡ്രാങ്ക് പ്രൈമർലി ടു ഈസ് മൈ കോൺഷ്യൻസ് ആൻഡ് ഫോർഗോട്ട്. പലപ്പോഴും എൻ്റെ മനസാക്ഷിയെ വെളുപ്പമാക്കുന്നതിന് വേണ്ടി ഞാൻ കുടിച്ചു, അല്ലെങ്കിൽ മറക്കുന്നതിന് വേണ്ടി ഞാൻ കുടിച്ചു. ദ മോർ ഐ ഡ്രാങ്ക്, എത്രയും കൂടുതൽ ഞാൻ കുടിക്കുമ്പോൾ ദ വേഴ്സ് ഇറ്റ് ഗോട്ട്, എനിക്ക് ഏറ്റവും മോശമായ അവസ്ഥയിൽ വന്നു. ദ മോർ ഐ ഹാഡ് ടു ഡ്രിങ്ക്, അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ കൂടുതലും ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു. എവറി ഡേ ബിക്കം ദാറ്റ് മച്ച് ഹാർഡർ ടു ലൈവ് ത്രൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വളരെയധികം ഹാർഡറായിരുന്നു ഒന്ന് കഴിഞ്ഞുകൂടാനായിട്ട്. ആൻഡ് ഐ ബിഗാൻ ടു ടേക്ക് എ ലുക്ക് അറ്റ് മൈസെൽഫ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി. വാട്ട് ഹാഡ് ഹാപ്പൻ ടു ദ ഷൈ. ഞാൻ എന്നെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി വളരെ ലജ്ജാഗതിയായ, ലോൺലി, ഏകാന്തത അനുഭവിക്കുന്ന ചർച്ച് ഗോയിങ് വാൾ ഫ്ലവർ. അതായത് എപ്പോഴും പള്ളിയിൽ പോകുന്ന ഭിത്തിയിലിരിക്കുന്ന പൂവ്. ഐ ഹാഡ് നെവർ ബീൻ വെരി ഹാപ്പി. ഞാൻ ഒരിക്കലും സന്തോഷവതിയായിരുന്നില്ല. ബട്ട് നൗ ഇറ്റ് വാസ് അൺബെയറബിൾ. ഇപ്പോൾ എനിക്ക് അസഹനീയമായി തുടങ്ങിയിരിക്കുന്നു. ഐ ഹാഡ് മാനേജ്ഡ് ടു ഡ്രിങ്ക് മൈ വേ ത്രൂ ഓൾ മൈ ഫ്രണ്ട്സ്. ഞാൻ എപ്പോഴും കുടിക്കാനായിട്ട്, എൻ്റെ കൂട്ടുകാരോടൊപ്പം കുടിക്കാനായിട്ട് തുടങ്ങി. ഐ ഹാഡ് നോ വൺ ഇൻ ദ വേൾഡ് ടു ടോക്ക് ടു. എന്നോട് സംസാരിക്കാൻ പോലും ഈ ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല. വിത്ത് ഇൻക്രീസിങ് ഗിൽട്ട്, പിന്നെ എൻ്റെ ഈ കുറ്റബോധം കൂടി വന്നു. ആൻഡ് നെവർ എൻഡിങ് ഡിപ്രഷൻ, ഒരിക്കലും തീരാത്ത നിരാശ. ഐ വാസ് ടു വീക്ക് ടു കണ്ടിന്യൂ ദിസ് ഡേ ബൈ ഡേ സൂയിസൈഡ്. അങ്ങനെ ഞാൻ വളരെയധികം ക്ഷീണിതയായി. എന്തുകൊണ്ടാണ്? ഡേ ബൈ ഡേ സൂയിസൈഡ് ആണ്. ഞാൻ കണ്ടിന്യൂ ദിസ് ഡേ ബൈ ഡേ സൂയിസൈഡ്. അതായത് ഓരോ ദിവസം തോറും ആത്മഹത്യാപരമാണ് ഈ കുടിക്കുന്നത്. കാരണം സ്ലോ പോയിസൺ എന്നാണ് മദ്യത്തെ പറയുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ദിവസം തോറുമുള്ള ഈ ആത്മഹത്യയിലേക്കുള്ള എൻ്റെ ഇത് ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. ഐ ന്യൂ ഓഫ് എ. എനിക്ക് എയെ പറ്റി അറിയാം. സോ ഐ കോൾഡ്. ഞാൻ അതുകൊണ്ട് എയെ വിളിച്ചു. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വുഡ് ഹാപ്പൻ. എനിക്ക് അറിയുന്നില്ലായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഐ ജസ്റ്റ് ന്യൂ. എനിക്ക് ഒരു കാര്യം പറയാം. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലീവ് ഇറ്റ് ഇഫ് ലൈഫ് വാസ് ഗോയിങ് ടു ഗോ ഓൺ ലൈക്ക് ഇറ്റ് വാസ്. അതായത് എനിക്ക് ജീവിക്കേണ്ടില്ല, ഇങ്ങനെയാണ് എൻ്റെ ജീവിതമെങ്കിൽ എനിക്ക് ജീവിക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ടുഡേ, ഇന്ന്, ഐ ആം കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൈ ട്രബിൾസ്. അപ്പോൾ എൻ്റെ ബ്ലെസ്സിങ്സിനെ, അല്ലെങ്കിൽ നന്മകളെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ, ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് മൈ ട്രബിൾസ്, എൻ്റെ ദുരിതങ്ങളെയല്ല. അപ്പൊ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ എല്ലാ ദിവസം തോറും എണ്ണുന്നു. വെൻ ഐ വാക്ക്ഡ് ഇൻ ടു ദ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഓഫ് മൈ ഫസ്റ്റ് എ മീറ്റിംഗ്. അതായത് ഞാൻ ആൽക്കോളിക്സ് അനോണിമസിന്റെ ആ സൗഹൃദപരമായ അന്തരീക്ഷത്തിലേക്ക് നടന്നപ്പോൾ ഐ ന്യൂ ഐ വാസ് വേർ ഐ ബിലോങ്ഡ്. എനിക്ക് മനസ്സിലായി, എവിടെയാണോ ഞാൻ നിൽക്കേണ്ട അവിടെയാണ് ഞാൻ. ഹിയർ വെയർ പീപ്പിൾ ഹു ഹാഡ് തോട്ട് ആൻഡ് ഫെൽറ്റ് ആസ് ഐ ഹാഡ്. ഇവിടെയാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ചിന്തിക്കുന്നത് ഇവിടെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നത്. ഹിയർ വാസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഐ ഹാഡ് ബീൻ സെർച്ചിങ് ഫോർ ഓൾ മൈ ലൈഫ്. ഇവിടെയാണ് ഞാൻ ഈ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ദീസ് പീപ്പിൾ വെയർ മൈ ഫ്രണ്ട്സ്. ഈ ആളുകളാണ്, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അംഗങ്ങളാണ് എൻ്റെ കൂട്ടുകാർ. ആൻഡ് ഐ ഫെൽറ്റ് ദെയർ സിൻസിയർ ഇൻട്രസ്റ്റ് ഇൻ മീ. എനിക്ക് തീർച്ചയായും അവരുടെ എന്നോടുള്ള താല്പര്യം, എനിക്ക് ആത്മാർത്ഥമായ താല്പര്യം എനിക്ക് മനസ്സിലായി. വിത്ത് ദിസ് ന്യൂ ആൻഡ് എൻലൈറ്റനിങ് ഡോർസ് ഓപ്പണിംഗ് അപ് ടു മീ. അതുകൊണ്ട് തന്നെ ഈ പുതിയ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു തന്നു. ഐ വാസ് ഏബിൾ ടു മേക്ക് ദ ഈവൻച്വൽ ഡിസിഷൻ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അങ്ങനെ പതുക്കെ ഞാൻ കുടി നിർത്തണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. എ ഡേ അറ്റ് എ ടൈം, ഒരു ദിവസം എന്ന തോതിൽ.
ബിക്കോസ് ഐ ടു വാസ് അൻ ആൽക്കഹോളിക്. ഞാനും അവരെ പോലെ മദ്യാസക്തിയായിരുന്നു. ആൻഡ് വിത്ത് ദിസ് കെയിം ദ ഓൺലി റിയൽ ഫ്രീഡം. ഇവിടെയാണ് എനിക്ക് നല്ലൊരു യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. ദ ഫ്രീഡം ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വാതന്ത്ര്യം. മൈ സ്പോൺസർ യൂസ് ടു സേ ടു മീ, പലപ്പോഴും എൻ്റെ സ്പോൺസർ എന്നോട് പറയാൻ തുടങ്ങി, ഇഫ് ഐ കുഡ് ഓൺലി പെയിന്റ് യു എ പിക്ചർ ഓഫ് ഹൗ ബ്യൂട്ടിഫുൾ ലൈഫ് ക്യാൻ ബി വിത്തൗട്ട് ബൂസ്. അതായത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ഒരു പെയിന്റ് ചെയ്യൂ, അതിനകത്ത് ആ പടത്തില് എന്ത് മനോഹരമായിരിക്കും ജീവിതം, അതായത് കുടിയില്ലാത്ത ജീവിതം എന്ത് മനോഹരമായിരിക്കും. ഐ വാണ്ടഡ് ടു ബാഡ്ലി ടു സീ ദ പിക്ചർ ആസ് ഇറ്റ് വാസ് ഇൻ ഹെർ മൈൻഡ്. അതുകൊണ്ട് തന്നെ എൻ എന്റെ മനസ്സിൽ, അതായത് ഈ സ്പോൺസർ പറയുന്ന പറഞ്ഞ ആ കാര്യം അവളുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു, അല്ലെ അവൾ വിചാരിച്ച ആ കാര്യം ഞാൻ എന്റെ മനസ്സിൽ കാണാൻ തുടങ്ങി. ആ പിക്ചർ, ആ പടം എന്റെ മനസ്സിൽ കാണാം. വെൽ, നൗ ഐ ആം ലിവിങ് ഇറ്റ് ആൻഡ് ട്രൈങ് ടു പെയിന്റ് ഇറ്റ് ഫോർ അതേഴ്സ്. അതായത് ഞാനിപ്പോൾ ആ ചിത്രത്തിലൂടെ ജീവിക്കുകയും മറ്റുള്ളവരെ ലേക്ക് ആ ചിത്രം വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക. എ ഹാസ് ബിക്കം എ വേ ഓഫ് ലൈഫ്. ഇതൊരു ഒരു ജീവിത വഴിയാണ് ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത്. ആൻഡ് ലിവിങ് ഫോർ മീ, അതിനകത്ത് ഞാൻ ജീവിക്കുകയാണ്. ഇറ്റ് ഹാസ് ബ്രോട്ട് എബൌട്ട് എ റിവലേഷൻ ഓഫ് സെൽഫ്. അതുകൊണ്ട് തന്നെ ഒരു വിപ്ലവകരമായിട്ടുള്ള വിപ്ലവകരമായ എന്നിൽ നിന്നുള്ള മോചനം, വിപ്ലവകരമായ മോചനം എനിക്കത് നേടിത്തന്നു. ദ ഡിസ്കവറി ഓഫ് അൻ ഇന്നർ ബീയിങ്, അതായത് എന്നിൽ തന്നെ അൻ അവയർനെസ് പോലെ, അതായത് എന്നിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ അതെനിക്ക് കണ്ടുപിടിച്ചു തന്നു. ഐ വുഡിൻറ്റ് ഗീവ് ഇറ്റ് അപ്പ് ഓർ ട്രേഡ് ഇറ്റ് ഫോർ എനിത്തിങ്. അതുകൊണ്ട് ഇത് ഞാൻ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുകയോ ചെയ്യില്ല. ആൻഡ് ദ ഓൺലി വൺ ഹൂ ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം മീ ഈസ് മീ. ഈ കാര്യം എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന, അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകറ്റാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ബൈ ടേക്കിംഗ് ദാറ്റ് ഫസ്റ്റ് തിങ്, അതായത് ആദ്യത്തെ കുടി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ പുതിയ ജീവിതം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ആ കഥ അവസാനിപ്പിക്കുന്നത്. അടുത്ത കഥയുടെ പേര് എനി ഡേ വാഷ് ഡേ എന്നാണ്. അപ്പൊ ഇതിന്റെ ഓർഡറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. അപ്പൊ നമുക്ക് എനി ഡേ വാഷ് ഡേ. ദ സീക്രട്ട് ഡ്രിങ്കർ ഫെവേർഡ് ദ ലോക്കൽ laundromat as a watering hole. Now she is no longer losing her home, her self-respect or her laundry. അപ്പൊ ഇതൊരു രഹസ്യാത്മക കുടിക്കാരിയാണ്. അവള് ഫെവേർഡ് ദ ലോക്കൽ laundromat ആസ് എ വാട്ടറിംഗ് ഹോൾ. നൗ ഷീ ഈസ് നോ ലോങ്ങർ റിസ്ക് ലൂസിങ് ഹർ ഹോം, ഹർ സെൽഫ്. അപ്പൊ അവളുടെ വീട് പോലും വിട്ടുപോയാൽ ഈ കുടി മൂലം, അതായത് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് മൂലം ഇങ്ങനെ വീട് പോലും വിട്ടുപോയാനും അവളുടെ സ്വയം ബഹുമാനം വിട്ടുപോയാനും, ഓർ ഹെർ ലോണ്ട്രി, അവളുടെ ലോണ്ട്രി പോലും, അതായത് തുണി കഴുകാനുള്ള അവസരം പോലും വിട്ടുപോയാനും. എനി ഡേ വാഷ് ഡേ. അപ്പൊ അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഈ ചിലപ്പോൾ ഈ ലോണ്ട്രി റൂമിലായിരിക്കും ഒരുപക്ഷെ ഇവള് ഈ മദ്യം കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം. എനി ഡേ വാഷ് ഡേ. ഏത് ദിവസമാണെങ്കിലും എനിക്ക് തുണി കഴുകുന്ന ദിവസമാണ്. ഇൻ മൈ ഡ്രിങ്കിങ് ഡേയ്സ്, എന്റെ കുടിക്കാലത്തിൽ, ഐ ഫൗണ്ട് ദ ഐഡിയൽ സ്പോട്ട് ഫോർ ദ ആൽക്കോളിക് ഹൗസ് വൈഫ്. ഞാനൊരു ഒരു പ്രത്യേക സ്ഥാനം കണ്ടുപിടിച്ചു ഏതൊരു മദ്യാസക്തിയായ ഭാര്യയ്ക്ക് വേണ്ടി. ദ നെയ്ബർഹുഡ് ലോണ്ട്രോമേറ്റ്, അതായത് വീടിനടുത്തുള്ള ഈ തുണിയൊക്കെ കഴുകുന്ന കടയാണ്. ദർ ഐ കുഡ് ബി പ്രോപ്പർ മദർ ആൻഡ് വൈഫ് വൈൽ ഡ്രിങ്കിങ് അപ്പ് എ സ്റ്റോം. അവിടെ വെച്ചിട്ട് എനിക്ക് പ്രോപ്പർ മദറായിട്ട് അല്ലെങ്കിൽ നല്ല ഭാര്യയായിട്ടും അവിടെ കുടിക്കാൻ കഴിഞ്ഞു. അറ്റ് ദ laundromat ഐ വാസ് undisturbed ബൈ ബ്രേഫീസ് വിത്ത് ക്വസ്റ്റ്യനബിൾ ആൻഡ് അൺവാണ്ടഡ് ഇന്റൻഷൻസ്. അതായത് ആ തുണി കഴുകുന്ന സ്ഥലത്ത് എനിക്ക് ആരും ഇല്ല, എന്നെ അൺഡിസ്റ്റർബ്ഡ് ബൈ ബ്രഫീസ്, അതായത് മറ്റുള്ളവർ ചോദ്യം ചെയ്യാനില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കാണുന്നില്ല. വിത്ത് ക്വസ്റ്റ്യനബിൾ, ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ആൻഡ് അൺവാണ്ടഡ് ഇന്റൻഷൻ, അവർക്ക് ഇന്റർഫിയർ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അവരുടേതായ ചില തോന്നലുകൾ, നീ എന്തിനാ കുടിക്കുന്നതെന്നും ചോദിക്കുന്ന ഒരു അവസ്ഥയില്ല. ഓൾസോ ഐ ബിലീവ്ഡ് ഐ വാസ് ദ ഇമേജ് ഓഫ് ഓൾ ഡൊമസ്റ്റിക് വെർച്വസ്. അത് മാത്രമല്ല, അവിടെ വെച്ചിട്ട് എനിക്ക് എല്ലാ ഗാർഹികമായിട്ടുള്ള ചില ഗുണഗണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. സെക്യൂർഡ് ഇൻ മൈ വാഷ് ഡേ എനി ഡേ റെഫ്യൂജ്. അപ്പം എപ്പോഴും ഏത് ദിവസമാണേലും എനിക്ക് ഈ തരത്തിലുള്ള തുണി കഴുകുന്ന ദിവസമായിരുന്നു. മൈ ചൈൽഡ്ഹുഡ് വാസ് ഷൗഡഡ്. എൻ്റെ ചെറുപ്പകാലം വാസ് ഷൗഡഡ് അറ്റ് ദ ഇൻ ദ ഫ്യൂംസ് ഓഫ് ആൽക്കഹോൾ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഈ പറയുന്ന മദ്യത്തിന്റെ മണം നിറഞ്ഞ ഇതായിരുന്നു. ഡാഡ്സ് ഇമേജ് ഫോർ മീ വാസ് ദാറ്റ് ഓഫ് ദ ബിഗ് ഐറിഷ് ഓയിൽമാൻ. എൻ്റെ അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ചിന്ത എന്ന് പറയുന്നത്
ഒരു വലിയ ഐറിഷ് ഓയിൽമാൻ ആണ്. ഈ ഓയിൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. ഹു കെയിം അപ്പ് ത്രൂ ദ സ്കൂൾ ഓഫ് ഹാർഡ് നോക്സ് ആൻഡ് സോ ഹാർഡ് ടു ബി എ ടു ഫിസ്റ്റഡ് ഡ്രിങ്കർ. അപ്പൊ അദ്ദേഹം സ്കൂളിലാണേലും ഭയങ്കര കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കുടിക്കാരനായിരുന്നു. മൈ മദർ വാസ് എ ലവ്ലി. എന്റെ അമ്മയാകട്ടെ നല്ല സ്നേഹമുള്ളവളായിരുന്നു. സ്വീറ്റ് വുമൺ, വളരെ നന്നായി നല്ല സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. ഹൂസ് ഒൺലി വീക്ക്നെസ് വാസ് മൈ ഫാദർ. അവളുടെ ഒരേ ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ അച്ഛനായിരുന്നു. വി ലീവ്ഡ് എ കൈൻഡ് ഓഫ് സീസോ എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർലി ഡേയ്സ്. ഞങ്ങൾ ആദ്യം ജീവിച്ചുകൊണ്ടിരുന്നത് ഈ seesaw existence in the early days. It was never boring, but I developed a feeling of deep insecurity. അതായത് കടലുകളൊക്കെ കാണാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അവിടെ ഒരിക്കലും നമുക്ക് ബോർ വരുന്ന കാര്യമില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും സുരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യാത്ത അവസ്ഥ വന്നു. അറ്റ് ടൈംസ്, ആ സമയത്ത് വെൻ ഐ നോട്ടീസ് അതർ ഫാമിലീസ്, ഞാൻ മറ്റുള്ള കുടുംബക്കാരെ നോക്കാൻ തുടങ്ങി. ഐ ഫെൽറ്റ് സംതിങ് വാസ് എ വെരി റോങ് വിത്ത് അവേഴ്സ്. എനിക്ക് പലപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ മോശമാകും മോശമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഐ ഫെൽറ്റ് സംതിങ് വാസ് വെരി റോങ് വിത്ത് അവർ. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം വളരെ മോശമാണെന്ന് തോന്നാൻ തുടങ്ങി മറ്റുള്ള കുടുംബം നോക്കിയപ്പോൾ. ആസ് മൈ ഫാദർ ക്ലൈംബഡ് ദ ലാഡർ ഓഫ് സക്സസ് ഇൻ ദ ഓയിൽ ഫീൽഡ് ബിസിനസ്. അതായത് എന്റെ അച്ഛൻ പലപ്പോഴും ഏണികൾ കയറിയിരുന്നു അല്ലെങ്കിൽ ലാഡറുകൾ കയറിയിരുന്നു അത് വിജയിക്കാൻ വേണ്ടി ഈ പറയുന്ന ഓയിൽ ബിസിനസ്സിൽ. ക്ലൈംബഡ് ദ ഹിസ് ഡ്രിങ്കിങ് ഓൾസോ ക്ലൈംബഡ്. അപ്പോ ഇങ്ങനെ ഏണികളിൽ കയറും തോറും അയാളുടെ ജോലിയും ബിസിനസ്, ഓയിൽ ഫീൽഡിലെ ബിസിനസ്സും കൂടി, അതോടൊപ്പം തന്നെ കുടിയും കൂടി വന്നു. ഐ തോട്ട് ഹി മിയർലി ഹാഡ് എ വീക്ക്നെസ്. ഞാൻ വിചാരിച്ചു അവനൊരു ബലഹീനനാണെന്ന്. മൈ മദർ സെഡ് സോ എഗെയിൻ ആൻഡ് അഗെയിൻ. എന്റെ അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വെൻ ഐ വാസ് 19, എനിക്ക് 19 വയസ്സുള്ളപ്പോൾ മാരിയുടെ ഫൈൻ മാൻ, ഞാനൊരു നല്ലൊരു മനുഷ്യനെ കല്യാണം കഴിച്ചു. ഹു ഹാഡ് നെവർ നോൺ ആൻ ഇൻസെക്യൂർ മൊമെന്റ് ഇൻ ഹിസ് ലൈഫ്. ഒരിക്കലും സുരക്ഷിതമില്ലാത്ത സുരക്ഷിതമായ ഒരു അവസ്ഥയില്ലാത്ത ജീവിതം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. എന്ന് വെച്ചാല് നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്ന ആളായിരുന്നു. ലെറ്റ് അലോൺ ദ ട്രയൽസ് ആൻഡ് ട്രബിൾനെസ് ഓഫ് ബൂസ് ആൻഡ് ഹാഡ് എ ലാർജ് ഫാമിലി. പലപ്പോഴും പല ഈ പറയുന്ന മദ്യത്തിന്റെ ചില ഇതൊക്കെ അവർക്കുടെ വീട്ടിലുണ്ടായിരുന്നു. ഷീ ആൻഡ്, അതായത് ഞാൻ കല്യാണം കഴിച്ച അവനും, ഐ ഹാഡ് എ ലാർജ് ഫാമിലി. അവർക്ക് ഒരു ലാർജ് ഫാമിലി ഉണ്ടായി. 6 ചിൽഡ്രൻ. സോറി, അവനും എനിക്കും വലിയൊരു ഫാമിലി ഉണ്ടായി. 6 കുട്ടികൾ. ടു ബി എക്സാക്ട്, കൃത്യം പറഞ്ഞാൽ 6 കുട്ടികൾ. വി വെന്റ് ഔട്ട് ഒക്കേഷണലി. ഞങ്ങൾ പലപ്പോഴും പുറമേക്ക് പലപ്പോഴും പോവുമായിരുന്നു. ആൻഡ് ഐ കുഡ് ടേക്ക് എ ഡ്രിങ്ക് ടു ഈസ് ദ ടെൻഷൻസ് ഓഫ് ഡെയിലി ലൈഫ്. ദിവസേന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന ആകുലതകളൊക്കെ അകറ്റാൻ വേണ്ടി ഞാൻ പതുക്കെ പതുക്കെ ആയാസപ്പെടുത്താൻ വേണ്ടി ഞാൻ കുടിച്ചു തുടങ്ങി. ഇറ്റ് വാസ് ഫൺ അറ്റ് ഫസ്റ്റ്. ഇതൊരു തമാശയായിരുന്നു ആദ്യം. സിൻസ് ഐ നെവർ ഹാഡ് ഇൻഡുൾജ്ഡ് ബിഫോർ. എനിക്ക് മുമ്പൊന്നും അനുഭവിക്കാത്ത ഒരു തമാശ ഫണ്ണായിരുന്നു. ഐ ഹാഡ് നോ കോളംസ് ബിക്കോസ് ഐ ഫെൽറ്റ് ദ സോഴ്സ് ഓഫ് എ ഡ്രിങ്കിങ് പ്രോബ്ലം വാസ് ഓൾ ദ ഹൗ വീക്ക് വൺ വാസ് ആൻഡ് ഐ വാസ് ലൈക്ക് മൈ ഡാഡ് ഐ തോട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഇളകി ആടുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഞാൻ വിചാരിച്ചു ഈ പറയുന്ന കുടിപ്രശ്നം ഉണ്ടാകുന്നത് ഒരു ബലഹീനരായ ആളുകൾക്കാണ്. അങ്ങനത്തെ ഒരു ഞാൻ ഒരിക്കലും എന്റെ അച്ഛനെ പോലെ ആകില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ദെൻ മൈ ഫാദർ ഫെൽ ഡൗൺ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് ഓൺ വൺ ഓഫ് ഹിസ് ലോസ്റ്റ് വീക്കെൻഡ്സ് അറ്റ് ദ പീക്ക് ഓഫ് ഹിസ് കരിയർ ആൻഡ് ഡെത്ത്. അങ്ങനെ അദ്ദേഹം എന്റെ അച്ഛൻ വീണു ഒരു വലിയ വളരെ ഉയരമുള്ള ഒരു കോണിയിൽ നിന്ന്. അതും ഒരു വീക്കെൻഡിലായിരുന്നു. അതും അവന്റെ കരിയറിൽ അല്ലെങ്കിൽ ഓയിൽ ബിസിനസ്സിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അയാൾ വീണത്. ആൻഡ് ഡെത്ത്, അയാൾ മരിച്ചു. ഹി ലെഫ്റ്റ് അസ് ഡേയ്സ് ബിക്കോസ് ഹി ഹാഡ് സൈമഡ് സോ ഇൻഡസ്ട്രിയബിൾ. അതായത് ഞങ്ങളെ ഒരു പ്രത്യേകതരം പൊടിപടലങ്ങൾക്കിടയിലൂടെ തള്ളി വിട്ടിട്ടാണ് അദ്ദേഹം പോയത്. ആഫ്റ്റർ ഹിസ് ഡേസ്, അയാളുടെ മരണത്തിന് ശേഷം, മൈ മദർ സൂൺ പിക്കഡ് അപ്പ് ഡ്രിങ്കിങ്. എന്റെ അമ്മയും കുടി തുടങ്ങി. വേർ ഡാഡ് ലെഫ്റ്റ് ഓഫ് ആൻഡ് ഇൻ എ വെരി ഷോർട്ട് ടൈം ഷീ ഡെഡ് ഓഫ് സിറോസിസ് ഓഫ് ദ ലിവർ. അങ്ങനെ എന്റെ അപ്പൻ എന്താണോ കുടിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എന്റെ അമ്മയും കുടിക്കാൻ തുടങ്ങി. അവസാനം അവള് ലിവർ സിറോസിസ് ബാധിച്ച് മരിച്ചു. ആൻഡ് ഐ സ്റ്റിൽ ഫെൽറ്റ് ഇറ്റ് വാസ് എ വീക്ക്നെസ്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ബലഹീനത. പ്ലസ് ഇൻ ഹർ കേസ് അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസസ്. വെരി സൂൺ ആഫ്റ്റർ ഐ ലോസ്റ്റ് മൈ മദർ. അതായത് എന്റെ അമ്മയെ ഞാൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. മൈ 5-year-old ലിറ്റിൽ ഗേൾ വാസ് കിൽഡ് ബൈ എ നെയ്ബേഴ്സ് കാർ.
എൻ്റെ 5 വയസ്സുള്ള കൊച്ച് എൻ്റെ അയൽപക്കത്തെ ഒരു കാർ ഇടിച്ച് മരിച്ചു. ഐ ഫെൽറ്റ് ദാറ്റ് ദിസ് വാസ് ദ ഫൈനൽ ബ്ലോ. ഇതും എനിക്ക് വല്ലാത്ത ഒരു വിധിയായിട്ട് തോന്നി. വിത്തിൻ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഐ വാസ് അഡ്മിറ്റഡ് ടു എ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ ഫോർ ദ മെന്റലി ഇൽ. ഞാൻ ഒരു ആശുപത്രിയിൽ മാനസിക അസുഖത്തിനായി അഡ്മിറ്റായി. എ ഫ്യൂ മന്ത്സ് ആഫ്റ്റർ ദാറ്റ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഐ വാസ് റിയലൈസ്ഡ്, എനിക്ക് തിരിച്ചറിയാൻ ആൻഡ് ലെഫ്റ്റ് ദ വേൾഡ് ഓഫ് ഇൻസാനിറ്റി. ഞാനും ഇൻസാനിറ്റിയിൽ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി, ലോകത്തേക്ക് പോകാൻ തുടങ്ങി. ഓൺലി ടു റിട്ടേൺ ടു ദ വേൾഡ് ഓഫ് ആൽക്കഹോളിക് ഇൻസാനിറ്റി. അങ്ങനെ എനിക്ക് ഈ ലോകത്തില്, അല്ലെങ്കിൽ മദ്യാസക്തന്റെ ഒരു മദ്യാസക്തയായിട്ടുള്ള ഒരാളുടെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ഞാൻ പോയി. ഐ കുഡൻ ഡ്രിങ്ക് അറ്റ് ഹോം. എനിക്ക് വീട്ടിൽ കുടിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് മൈ ഹസ്ബൻഡ് ഫോറൗണ്ട് അപ്പോൺ ദിസ്. എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ കുടിക്കാൻ കഴിഞ്ഞില്ല. ഇൻഫാക്ട് അതുകൊണ്ട് തന്നെ എവറി ടൈം ഐ സോ ഹിം ഹി ഹാഡ് എ ഫ്രോൺ ഓൺ ഹിസ് ഫേസ്. എപ്പോഴും അവന്റെ മുഖത്ത് ഇങ്ങനെ കൂർപ്പിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥ അവന്റെ മുഖത്തുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വെൻ ഐ ഡിസ്കവേർഡ് ദ ലാൻഡ്രോമെറ്റ്. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന തുണി കഴുകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ മെഷീനൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോകാൻ തുടങ്ങിയത്. ഐ വുഡ് ഗാദർ അപ്പ് ഓൾ മൈ സോയിൽഡ് നിയർ ആ റൂമിൽ വെച്ച് ഐ വുഡ് ബൈ 1 ബോട്ടിൽ ഓഫ് പോപ്പ്. ഞാനൊരു ബോട്ടിൽ പോപ്പ്. സോ ദാറ്റ് വെൻ ഐ ഡിസ്കവേർഡ് ദ ലാൻഡ്രോമെറ്റ് ഐ വുഡ് ഗാദർ അപ്പ് ഓൾ മൈ സോയിൽഡ് ക്ലോത്ത്സ്. അങ്ങനെ ഞാൻ എൻ്റെ മുഷിഞ്ഞ എല്ലാ വസ്ത്രങ്ങളും പൊതിഞ്ഞു. ആസ് മച്ച് ആസ് ഐ കുഡ് ക്രാം ഇൻ എ ഗ്രോസറി കാർട്ട്. അതെല്ലാം കൂടി എൻ്റെ ഗ്രോസറി കാർട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ആൻഡ് ബി ഓഫ്. അങ്ങനെ ഞാൻ അവിടെ ആ ഗ്രോസറി കാർട്ടും തല്ലി അങ്ങോട്ടേക്ക് പോകും. നിയർ ദ ലാൻഡ്രോമെറ്റ്, അങ്ങനത്തെ ഈ തുണി കഴുകുന്ന സ്ഥലത്ത് ഐ വുഡ് ബൈ 1 ബോട്ടിൽ ഓഫ് പോപ്പ്. ഞാൻ ഒരു പോപ്പ് ഒരു ബോട്ടിൽ വെക്കും. ആൻഡ് എ ഫ്യൂ ബോട്ടിൽസ് ഓഫ് ബിയർ ഓർ വൈൻ. ഞാൻ കുറച്ച് ബിയറും വൈനും മേടിക്കും. ആൻഡ് ഗോ ഇൻ ടു ദ റെസ്റ്റ് റൂം. അങ്ങനെ ഞാൻ അവിടെ ഈ ടോയ്ലറ്റിൽ, അല്ലെങ്കിൽ റെസ്റ്റ് റൂമിൽ പോകും. എം ടി ടു പോപ്പ് ബോട്ടിൽ. ആദ്യം പോപ്പ് ബോട്ടിൽ മുഴുവൻ എം ടി ചെയ്യും, അല്ലെങ്കിൽ ഒഴിച്ചു കളയും. റീഫിൽ ഇറ്റ് വിത്ത് ദി ബൂസ്. അത് മദ്യം കൊണ്ട് നിറയ്ക്കും. ആൻഡ് പ്രൊസീഡ് ടു ഡു എനി മൈ ലോണ്ടറി. അങ്ങനെ ഞാൻ എന്റെ തുണി കഴുകുന്ന അവസ്ഥ അത് തുടരും. സോ ഇന്നസെന്റ്, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ലാളിത്യമുള്ള. സോ ഡിസ്ക്രീറ്റ്. ദ ഓൺലി ഡ്രോബാക്ക് വാസ് ഐ ഓൾവേസ് ന്യൂ ഹൗ ഐ അറൈവ്ഡ് ദർ. എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ, എങ്ങനെയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. ബട്ട് സം ഹൗ ബിറ്റ്വീൻ ദ റെസ്റ്റ് റൂം. പക്ഷേ ഈ പറയുന്ന ഈ റെസ്റ്റ് റൂമിനും, അല്ലെങ്കിൽ ടോയ്ലറ്റിനും, ദ റിൻസ് ആൻഡ് ദ ബ്ലഫ് ഡ്രൈ, ഐ നെവർ ന്യൂ വെൻ ഓർ ഹൗ ഐ ഗെറ്റ് ഹോം. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കും. അതായത് റെസ്റ്റ് റൂമിലെ കാര്യം ഓർക്കും, പിന്നെ ഈ തുണി റിൻസ് ചെയ്യണത് ഓർക്കും, പിന്നെ അത് ഉണങ്ങുന്നത് ഓർക്കും. പക്ഷെ എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല എങ്ങനെയാണ് ഞാൻ വീട്ടിൽ വരുന്നത്. ഐ ലോസ്റ്റ് എ ലോട്ട് ഓഫ് ഷർട്ട്സ് ദാറ്റ് വേ. അങ്ങനെ എനിക്ക് ഒരുപാട് ഷർട്ടുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ആൻഡ് സം ടൈംസ് ഐ വാസ് മൈനസ് എ ഹോൾ വാഷ്. ചിലപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള വാഷ് നിർത്തിയിട്ട് പോരും. ഓൾ ദിസ് വൈൽ, ഈ സമയത്തെല്ലാം ഐ വണ്ടർഡ് വെദർ ഐ കുഡ് ഡു ലോണ്ടറി ഫോർ ദ നെയ്ബേഴ്സ് ആസ് എ പാർട്ട് ടൈം ജോബ്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, നമുക്ക് ഒരു പാർട്ട് ടൈം ജോബ് പോലെ ഞങ്ങളുടെ അയൽവക്കക്കാരുടെ തുണിയും കൂടി കഴുകിയാലോ എന്ന്. ദാറ്റ് വേ, അങ്ങനെ ഐ കുഡ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം അറ്റ് ദ ലാൻഡ്രോമേറ്റ്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ മിക്ക സമയങ്ങളും ആ തുണി കഴുകുന്ന സ്ഥലത്ത് സമയം ചെലവഴിച്ചു. ബിഫോർ ടു ലോങ്, ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ സമയം കഴിയുന്നതോറും, മൈ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ്, ഹൂ സീമഡ് ടു പ്രിഫർ ഹിസ് ഷർട്ട്സ് ഡേർട്ടി. എപ്പോഴും അവന്റെ തുണി അല്ലെങ്കിൽ ഷർട്ട് എപ്പോഴും ഡേർട്ടി ആയിരിക്കും. പുട്ട് ഹിസ് ഫുഡ് ഡൗൺ, ഡിക്ലെയറിംഗ് ദാറ്റ് അവർ ഫാമിലി മൈറ്റ് ഹാവ് ദ ക്ലീനസ്റ്റ് ക്ലോത്ത്സ് ഇൻ ടൗൺ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലായിരിക്കും ഏറ്റവും നല്ല വെളുപ്പിച്ച, അല്ലെങ്കിൽ വെളുത്ത തുണികളുള്ളത് ഈ ടൗണില്. ബട്ട് ദാറ്റ് ഐ ഹാഡൻ ബീൻ ഔട്ട് ഓഫ് ദ സെയിം ഓൾഡ് ഡേർട്ടി സ്ലാക്സ് ആൻഡ് ബ്ലൗസ് ഫോർ എ വീക്ക്. പക്ഷെ ഞാനാകട്ടെ പഴയ ആ പറയുന്ന വളരെ മോശം പിടിച്ച ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് ആഴ്ചകൾ കഴിഞ്ഞത്. ഹി സെഡ് ഹി വാസ് ത്രൂ ആൻഡ് വുഡ് സീക്ക് എ ഡൈവോഴ്സ്. അയാൾ പിന്നീട് പറഞ്ഞു, ഞാന് നിന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. വിത്ത് ദാറ്റ് ഹി ടോൾഡ് മീ ടു ലീവ്. അതായത് അതിനകത്ത് അവൻ പറഞ്ഞു വെച്ചാൽ അവൻ പുറത്തു പോവുകയാണ്. ബിക്കോസ് ഐ വാസ് അൺഫിറ്റ് ആസ് എ മദർ. അതായത് ഞാനൊരു മദർ ആകാൻ യോജിച്ചവളല്ല, എ വൈഫ്, ഭാര്യയാവാൻ യോജിച്ചവള. ആൻഡ്
ലൗണ്ടറസ്. അതായത് തുണി കഴുകാൻ പോലും നിനക്ക് കഴിയില്ല. ഐ ന്യൂ ഹി വാസ് റൈറ്റ്. എനിക്ക് മനസ്സിലായി. ഒരു സെക്കൻഡ്. അങ്ങനെ തുണി പോലും കഴുകാനായിട്ടുള്ള ഇതില്ല. ഐ ന്യൂ ഹി വാസ് റൈറ്റ്. എനിക്കറിയാം അയാൾ പറഞ്ഞത് സത്യമാണ്, അല്ലേ, ശരിയാണ്. എക്സെപ്റ്റ് ഫോർ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അവസാനത്തെ വാക്ക് ശരിയല്ല. സോ വിത്ത് മിക്സഡ് ഫീലിംഗ് ഓഫ് ഹ്യൂമിലിയേഷൻ. അതായത് അങ്ങനെ വളരെയധികം നാണം കെട്ടതിന്റെ അങ്ങനത്തെ ഒരു വികാരമാണ് എനിക്കുണ്ടായത്. ആങ്കർ, ദേഷ്യം ഉണ്ടായി. ആൻഡ് ഫിയർ, ഭയം ഉണ്ടായി. ഐ ഡിസൈഡ് ടു ലുക്ക് ഫോർ ആൻ ആൻസർ. ഞാൻ പലപ്പോഴും ഒരു മറുപടിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. മൈ സിസ്റ്റർ ഇൻ ലോ ടുക്ക് മീ ടു എ പ്ലേസ് ഷീ ഹാഡ് ഹിയർഡ് അബൌട്ട് ദ ഹെൽപ്സ് വുമൺ ലൈക്ക് മീ. അതായത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ, എൻ്റെ ഭർത്താവിന്റെ സഹോദരി എന്നെ എന്നെ പോലുള്ള ആളുകളെ നോക്കും അല്ലെങ്കിൽ സഹായിക്കുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഐ ഹാഡ് നോവെയർ എൽസ് ടു ഗോ. എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനായിട്ട്. ആൻഡ് ഐ ന്യൂ സംതിങ് വാസ് ടെറിബിളി റോങ്. എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് എന്തോ ഒരു കാര്യം വളരെ തെറ്റാണ്. ആൻഡ് ദ റീസൺ ഹാഡ് ടു ലൈ വിത്തിൻ മൈസെൽഫ്. അങ്ങനെ ഞാൻ എന്നിൽ തന്നെ നുണ കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ നുണ പറയാൻ തുടങ്ങി. അറ്റ് എ വുമൻസ് ഹാഫ് എ ഹൗസ് I became associated with Alcoholics Anonymous and became aware of alcoholism as a disease, not just a weakness. അപ്പോ ആ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഐ എം ബിക്കേം അസോസിയേറ്റ് വിത്ത് ആൽക്കോളിക്സ് അനോണിമസ്. ഞാൻ ആൽക്കോളിക്സ് അനോണിമസിലേക്കാണ് ഭാഗമായി ചേർന്നത്. എനിക്ക് മദ്യത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. ഇതൊരു ബലഹീനതയല്ലെന്ന് മനസ്സിലായി. സ്ലോലി മൈ ലൈഫ് സീം ടു അൺഫോൾഡ് ബിഫോർ മീ. എന്റെ ജീവിതം എന്നിൽ തുറക്കപ്പെട്ടു. ഷെഡിങ് ഇൻസൈറ്റ് ഓൺ ചൈൽഡ്ഹുഡ് റിസെന്റ്മെന്റ്സ്. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഈ പറയുന്ന നീരസത്തെക്കുറിച്ചും ജലസിനസ്, അസൂയയെക്കുറിച്ചും എൻ്റെ ഫിയർസ്, ഭയത്തെക്കുറിച്ചും ഒക്കെ ആൻഡ് ഹാർഡ് മഷ്റൂംഡ് ഇൻ അഡൽട്ട്ഹുഡ്. അതുകൊണ്ടാണ് അത് ഈ എൻ്റെ യുവത്വ കാലഘട്ടത്തില് ഇത്തരം നീരസങ്ങളും അസൂയകളും ഭയങ്ങളും ഈ ചൈൽഡ്ഹുഡിൽ പൊട്ടിമുളയ്ക്കുകയും അഡൽട്ട്ഹുഡ് ആയപ്പോഴത്തേക്ക് അത് വിരിയുകയും ചെയ്തു. അല്ലെങ്കിൽ മഷ്റൂമായി എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിച്ചു. ആൻഡ് ഓൾസോ ഓൺ ദ സെൽഫ് പിറ്റി, അതുപോലെയാണ് സ്വയ സൗതാപവും. ആൻഡ് ഐ ഹാഡ് അലൗഡ് അറ്റ് എവരി ഓപ്പർച്യൂണിറ്റി. ഞാനാണെങ്കിൽ എല്ലാ തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. ഐ സോ അറ്റ് ലാസ്റ്റ് ദാറ്റ് ഐ ഹാഡ് ദ സെയിം ഡിസീസ് മൈ ഫാദർ ഹാഡ്. അവസാനം എനിക്ക് മനസ്സിലായി, എൻ്റെ അച്ഛനുള്ള പോലെ, ഫാദറിനുള്ള പോലെ അതേ അസുഖം തന്നെയാണ് എനിക്കുള്ളത്. ഓൺലി ഐ വാസ് ബീയിങ് ഗിവൺ എ ചാൻസ് ടു ലിവ്, നോട്ട് ഡൈ. അതായത് ഞാൻ ജീവിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുകയാണ് വേണ്ടത്, മരിക്കാനായിട്ടല്ല. ഐ വെന്റ് ടു മെനി മീറ്റിംഗ്സ് ആൻഡ് മെറ്റ് മെനി ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഞാൻ ധാരാളം മീറ്റിംഗിൽ സന്ദർശിക്കാൻ തുടങ്ങി. ഞാൻ ധാരാളം മനോഹരമായിട്ടുള്ള ആളുകളെ കാണാൻ തുടങ്ങി. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, എ ഫ്യൂ വീക്സ് ആഫ്റ്റർ ജോയിനിങ് ദ ഫെലോഷിപ്പ്, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ പറയുന്ന കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിട്ട്. മച്ച് ടു മീ സർപ്രൈസ് ആൻഡ് ഡിലൈറ്റ്, എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായി. ഐ സോ എ ഫെമിലിയർ ബട്ട് നോ ലോങ്ങർ ഫ്രോണിംഗ് ഫേസ്. അതായത് എനിക്ക് എപ്പോഴും പരിചിതമുണ്ടായിരുന്ന എൻ്റെ ഭർത്താവിന്റെ ആ കൂർപ്പിച്ച് പിടിച്ച മുഖം പിന്നെ എനിക്ക് കണ്ടില്ല. ഇറ്റ് വാസ് മൈ ഹസ്ബൻഡ് ആൻഡ് ഹി വാസ് ലേണിംഗ് ടു. അതെന്റെ ഭർത്താവിന്റെ മുഖമായിരുന്നു. അവനും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി സൂൺ റിസ്യൂംഡ് അവർ മാരേജ്. വീണ്ടും ഞാനും ഞങ്ങളുടെ കല്യാണം അല്ലെങ്കിൽ മാരേജ് മെച്ചപ്പെടുത്തി കൊണ്ടുപോയി. ഈവൻ മൂവ്ഡ് അവേ ഫ്രം ദ സ്ട്രീറ്റ് ഓഫ് സാഡ്, അതായത് സാഡ് മെമ്മറീസ് ആൻഡ് ഫൗണ്ട് എ ന്യൂ. ഞങ്ങൾ അവിടെ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറി. കാരണം ഞങ്ങളുടെ ദുഃഖകരമായ ഓർമ്മകളിൽ നിന്ന് മാറി ഒരു പുതിയ വീട്ടിലേക്ക് പോയി. ബട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഈസ് ദാറ്റ് ഐ ഫൗണ്ട് എ ന്യൂ ലൈഫ് ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ ഒരു പുതിയ ജീവിതം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐ ആം വെരി ആക്റ്റീവ് ഇൻ ഐ എ. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വളരെയധികം ആക്റ്റീവാണ്. വർക്ക് ആൻഡ് ആക്റ്റീവ് അറ്റ് ഹോം. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ടു വിത്ത് മൈ ഫാമിലി, അതായത് എൻ്റെ കുടുംബത്തിലും ഞാൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലും എൻ്റെ കുടുംബത്തിലും ഞാൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഐ സ്റ്റിൽ വാഷ് ക്ലോസ്. ഞാനിപ്പോഴും തുണി കഴുകാൻ പോകുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ദം. പലപ്പോഴും വളരെയധികം തുണികളുമായിട്ടാണ് ഞാൻ പോകുന്നത്. ബട്ട് നോ ലോങ്ങർ ലോസ് ദം അറ്റ് ദ ലാൻഡ് റൂമിൽ. അവിടെ ഈ തുണി കഴുകുന്ന കടയിൽ ഞാൻ ഇതൊന്നും നഷ്ടപ്പെടുത്തി കൊണ്ടുവരാറില്ല. ദാറ്റ്സ് റൈറ്റ്, അത് ശരി. ഡ്യൂറിങ് 3 years ഇൻ എ 3 വർഷമായി ഇപ്പോൾ ഞാൻ എയില്. ഐ ഹാവ് ലോസ് സോ മച്ച് ആസ് വൺ ഷർട്ട്. ഐ ഹാവിൻറ്റ് ലോസ് സോ മച്ച് ആസ് വൺ ഷർട്ട്. ഈ 3 വർഷമായിട്ട് എനിക്ക് ഒരു ഷർട്ട് മാത്രമേ മിസ്സായിട്ടുള്ളൂ. വേറെ ഷർട്ടുകളൊന്നും മിസ്സായിട്ടില്ല തുണി കഴുകാൻ പോകുമ്പോൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്.
അടുത്ത കഥയിലേക്ക് പോകാം. ഇത് 3-ാമത്തെ എഡിഷനിലെ കഥകളാണ്. അപ്പൊ ചെറിയ ചെറിയ കഥകളാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവർ പറയുകയാണ്. ഇപ്പോ അടുത്ത കഥയുടെ പേര്, ഇപ്പൊ നമുക്ക് 1-ാമത്തെ 2-ാമത്തെ എഡിഷനിൽ വന്ന കഥ ഞാൻ വായിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി വായിച്ചു പോയതാണ്. അപ്പൊ അടുത്ത കഥയുടെ പേര് കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ്. കോസ്റ്റുകൾ അല്ലെങ്കിൽ ചെലവ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണക്ക് കൂട്ടുക, ചെലവ് കണക്ക് കൂട്ടുക. റിട്ടയർഡ് നേവി മാൻ ലുക്സ് ബാക്ക് ഓവർ 20 years ഓഫ് ഡ്രിങ്കിങ്. അതായത് ഒരു നേവിയിലെ ജോലിക്ക് മനുഷ്യനാണ് ഇയാള്. ഇതൊക്കെ 20 വർഷത്തെ കുടിയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ടു ആഡ് അപ്പ് ഹിസ് ഇനീഷ്യേഷൻ ഫീ, അതായത് ആൽക്കോളിക്സ് അനോണിമസിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പണം എത്രമാത്രം മുടക്കി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് കണക്ക് കൂട്ടിയെന്ന്. കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ്, അതായത് എത്താൻ വേണ്ടി എത്ര പണം മുടക്കിയെന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയെന്നാണ് കഥയുടെ പേര്. അത് ഓരോരുത്തരും കൊടുക്കുന്ന പേരാണ്. അവർ എഴുതി കൊടുക്കുമ്പോൾ അവർ ആ കഥയുടെ പേര് ഇങ്ങനെ ആവണമെന്ന് കൊടുക്കുന്ന പേരാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്നത്. എ ഫ്യൂ ടൈംസ് അറ്റ് മീറ്റിംഗ്സ്, കുറച്ച് സമയം മീറ്റിംഗിൽ ഐ ഹാവ് ഹിയർഡ് ദി സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ട് മീറ്റിംഗിൽ. മെമ്പേഴ്സ് ഓഫ് എ ഹാവ് പെയ്ഡ് ദ ഹയസ്റ്റ് ഇനീഷ്യേഷൻ ഫീ ഓഫ് എനി ക്ലബ് മെമ്പേഴ്സ് ഇൻ ദ വേൾഡ്. അതായത് ആൽക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ നമ്മൾ ഒരു വലിയ വില കൊടുത്തിട്ടുണ്ട്, പ്രവേശന ഫീസ് കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏതൊരു ക്ലബിലും കൊടുക്കുന്നതിനേക്കാൾ കൂടുതലുള്ള പ്രവേശന ഫീസാണ് ആൽക്കോളിക്സ് അനോണിമസിൽ കൊടുക്കേണ്ട പ്രവേശന ഫീസ്. അദ്ദേഹം പറയുന്നത് കുടിച്ച കാലത്ത് ചെലവാക്കിയ മദ്യത്തിന് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കാര്യമാണ്. അപ്പോൾ നല്ലൊരു ഫീസ്, മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ടാണ് ആൽക്കോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് വന്നിരിക്കുന്നത്. പലപ്പോഴും ഞാൻ മീറ്റിംഗിൽ കേട്ടിട്ടുണ്ട്. ദ സ്റ്റേറ്റ്മെന്റ് ഫാസിനേറ്റ്സ്, അതൊരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. മീ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സിംപ്ലി വെറൈറ്റി, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലളിതമായ വ്യത്യസ്തമായ ഒരു മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് വി വിൽ നെവർ ബി ഏബിൾ ടു ഫിഗർ ഔട്ട് ഹൗ മച്ച് വി ഹാവ് സ്പെൻഡ് ഓൺ ആൽക്കോഹോൾ. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ആൽക്കഹോളിന് അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി എത്രമാത്രം പണം ചെലവഴിച്ചെന്ന് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ട്രൂ, ശരി. ഹൗ എവർ, എത്രമാത്രം എ റഫ് എസ്റ്റിമേറ്റ് ഓഫ് വൺ ആൽക്കഹോൾ ഇനിഷ്യേഷൻ ഫീ സീംഡ് പോസിബിൾ. എന്നിരുന്നാൽ തന്നെയും നമുക്കൊരു റഫ് എസ്റ്റിമേറ്റ്, ഒരു വെറുതെ ഒരു കണക്കൂട്ടി നോക്കാം. ഓഫ് വൺ ആൽക്കോളിക് ഇനിഷ്യേഷൻ ഫീസ് സീംഡ് പോസിബിൾ. അതായത് ആൽക്കോളിക്സ് അനോണിമസിൽ പ്രവേശിക്കാനായിട്ട് ഒരു മദ്യാസക്തന്റെ പ്രവേശന ഫീസ് എത്രയാന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് കണക്കൂട്ടി നോക്കിയാലോ. നെയ്മിലി മൈൻ, എന്റെ കാര്യം നോക്കാം. ഐ കാൺ നോ ഹൗ മച്ച് അതേഴ്സ് ഓഫ് ഫെലോഷിപ്പ് ഹാവ് പെയ്ഡ് ഫിനാൻഷ്യലി. ആൻഡ് ഞാൻ എന്റെ കാര്യം പറയാം, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. നമ്മുടെ ഫെലോഷിപ്പില് എത്രമാത്രം പണം മുടക്കിയാണ് അവരോട്, പിന്നെ സാമ്പത്തികമായ പണം മുടക്കിയാണ് ഇവിടെ വന്നേക്കുന്നത് എനിക്കറിയില്ല. ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്, അതിനേക്കാളും വലിയ കാര്യം മെന്റലി ആൻഡ് ഫിസിക്കലി. അപ്പൊ പണം മാത്രമല്ല, മാനസികമായിട്ടുള്ള ശാരീരികമായ പ്രശ്നങ്ങളും അവര് പേഡ് ചെയ്തിട്ടുണ്ട്. ഡ്രങ്ക് ലോക്സ്, അതായത് കുടിക്കഥകൾ, ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കണക്കെടുപ്പുകൾ ക്യാൻ ബി ബോറിംഗ്. അതൊരു ബോറിംഗ് തന്നെയാണ്. അതായത് നമുക്കൊരു സമയം പാഴാക്കുന്ന, അല്ലെങ്കിൽ ബോറാണ് നമുക്ക്. ബട്ട് ഇറ്റ് ഈസ് നെസസറി ടു ഡിലീവ് എ ലിറ്റിൽ ഇൻ ടു ഈച്ച് നണ്ട് ഓൺ ഓർഡർ ടു കം അപ്പ് വിത്ത് സം കൈൻഡ് ഓഫ് റഫ് എസ്റ്റിമേറ്റ്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയ കാര്യം. അതായത് നമുക്ക് ഒരു റഫ് എസ്റ്റിമേറ്റ്, ഒരു ഏകദേശ കണക്ക് കൂട്ടാൻ നോക്കാം. ഇറ്റ് ഈസ് ബോൺ ടു ബി റഫ്. അത് ഏകദേശ കണക്കുകൾ മാത്രമാണ്. ബിക്കോസ് കണക്കെടുപ്പ് മാത്രം. ബിക്കോസ് ഹൂ ക്യാൻ സേ എക്സാക്ട്ലി ഹൗ മച്ച് ഓഫ് ദാറ്റ് ഗ്രീൻ ബ്ലഡ് കോമൺലി നോൺ ആസ് മണി. അതായത് ആ പച്ച രക്തത്തിന് വേണ്ടി നമ്മൾ എത്ര പണം മുടക്കിയിട്ടുണ്ടെന്ന് കോമൺലി നോൺ ആസ് മണി. എനിക്ക് തോന്നുന്നത് ഗ്രീൻ ബ്ലഡ്, എക്സാക്ട്ലി ഹൗ മച്ച് ഓഫ് ദാറ്റ് ഗ്രീൻ ബ്ലഡ് was dissipated on dissipation. So please accept this humble calculation as, if anything, as underestimations. അപ്പം അതായത് ഈ പണത്തിന്റെ കളറിന്റെ കാര്യമാണ്. ഇപ്പൊ അമേരിക്കയിലെ പണത്തിന്റെ കാര്യം കളറിന്റെ കാര്യമായിരിക്കും പറഞ്ഞത്. പച്ച കളർ പണം മേടിച്ച് കോമൺലി നോൺ ആസ് മണി, അതിനും നമ്മൾ പണം എന്ന് തന്നെയാണല്ലോ പറയുന്നത്. വാസ് ഡിസിപ്പേറ്റഡ് ആൻഡ് ഡിസിപ്പേഷൻ. സോ പ്ലീസ് അക്സെപ്റ്റ് ദിസ്. അത് ചിലപ്പോൾ നമുക്ക് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ, നമ്മൾ റഫ് കണക്ക് കൂട്ടുമ്പോൾ അത് ചെറിയ ഏകദേശം കണക്കൂട്ടലുകളാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കണക്കുകൾ പറയുമ്പോൾ എൻ്റെ ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആയിട്ട്, അതായത് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കണക്കല്ല പറയുന്നത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ആഫ്റ്റർ ഓൾ, എല്ലാത്തിനുപരിയായി, അപ്പോൺ കമ്മിങ് ഔട്ട് ഓഫ് എ വീക്ക് ലോങ് ഓർ 10 day ഡ്രിങ്ക്, അതായത് ഒരാഴ്ച ഒരു 10 ദിവസത്തെ കുടി വരുമ്പോൾ, ഇറ്റ് വാസ് ഹാർഡ് ഇനഫ് ടു ഫിഗർ അപ്പ് ജസ്റ്റ് ഹൗ മച്ച് ദാറ്റ് വൺ ഡ്രിങ്ക് കോസ്റ്റ്. ഇത് അത്ര എളുപ്പമല്ല. ഒരാഴ്ചകളിലോ 10 ദിവസങ്ങളിലോ തുടർച്ചയായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പെക്കിന് എത്ര പൈസ വരുമെന്ന് കണക്കൂട്ടുക അത്ര എളുപ്പമല്ല. Let alone trying to calculate the cost of approximately 25 years of active alcoholism. അപ്പോൾ 25 വർഷത്തെ വളരെ ആക്റ്റീവായിട്ടുള്ള
ആൽക്കഹോളിസത്തിൽ അല്ലെങ്കിൽ മദ്യാസക്തിയിൽ നിന്ന് എനിക്ക് എത്ര രൂപ പണം കോസ്റ്റ് ആയെന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ആസ് ഇറ്റ് വാസ് വിത്ത് ഡ്രിങ്കിങ്. അതുപോലെ തന്നെ കുടിയുടെ കാര്യം പറയുമ്പോൾ ദിസ് പ്രൊജക്ട് വിൽ ബി എൻഡേഡ് ഇൻ ടു വിത്ത് enthusiasm ആൻഡ് ഒപ്റ്റിമിസം. ഇങ്ങനെ കണക്ക് കൂട്ടാൻ തുടങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര താല്പര്യം, enthusiasmവും ഒരു ലക്ഷ്യബോധവും വരും എങ്ങനെ കണക്കൂട്ടാൻ. ആൻഡ് പ്രോബബ്ലി ബൈ വിൻഡ് അപ്പ് ദ സെയിം വേ ഡിപ്രസ്ഡ്. അതുപോലെ തന്നെ മറ്റൊരു കാറ്റും കൂടി അവനിൽ അടിക്കും, നിരാശയുടെ കാറ്റ്. കാരണം ഇത്രമാത്രം പണം ഞാൻ മുടക്കിയിട്ടാണ് കള്ളു കുടിച്ചതെന്ന് നമുക്ക് പോകുമ്പോൾ. 25 years ഓഫ് ഡ്രിങ്കിങ്, 25 വർഷത്തെ കുടി. മൈ ഡ്രിങ്കിങ് കരിയർ എക്സ്റ്റെൻഡഡ് ഫ്രം ഏജ് 18 ടു 43. അതായത് 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഞാൻ കുടിച്ചു. 18 വിൽ ബി യൂസ്ഡ് ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. 18 വയസ്സ് എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് മൈ ഡ്രിങ്കിങ് ബിഫോർ വാസ് ലിമിറ്റഡ് ബൈ ഏജ്, ദ ലോ ആൻഡ് മണി. അത് കാരണം 18 വയസ്സിന് മുമ്പുള്ള കുടി 3 കാര്യങ്ങൾ കൊണ്ട് തടയപ്പെട്ടു. ഒന്ന് എൻ്റെ പ്രായം, പിന്നെ നിയമം വഴി എനിക്ക് 18 വയസ്സിന് ആവുന്നവരെ മദ്യം കിട്ടില്ല, ആൻഡ് മണി, പണത്തിന്റെ ലഭ്യതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 18 വയസ്സായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ഡിസ്പ്ലേഡ് ആൽക്കഹോളിക് ടെൻഡൻസീസ് ആക്ച്വലി ഫ്രം ദ ഏജ് ഓഫ് 14. എനിക്ക് സത്യം പറഞ്ഞാൽ 14 വയസ്സ് മുതൽ കള്ളു കുടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ത്വരയും ഉണ്ടായിരുന്നു. വെൻ ഐ സ്റ്റാർട്ടഡ് ടു സ്റ്റീൽ വൈൻ ഫ്രം ദ ഫാമിലി ജഗ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും വൈനുകൾ, എൻ്റെ കുടുംബ വീട്ടിലുണ്ടായിരുന്ന ജഗ്ഗിലുണ്ടായിരുന്ന വൈനുകൾ ഞാൻ കട്ടുകുടിച്ചു. ഫോണിങ് ഇറ്റ് ഓഫ് വൺ ഡ്രിങ്ക് അറ്റ് എ ടൈം. അതുകൊണ്ട് ഞാനും പെട്ടെന്ന് ഒറ്റ ഇറക്കില് മദ്യം അകത്താക്കും. സോ ഇറ്റ് വുഡൻ ബി മിസ്ഡ് നോട്ട് ഡ്രിങ്കിങ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അടക്കണോണ്ട് അതൊരിക്കലും മിസ്സായി പോകില്ല. നോട്ട് ഡ്രിങ്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ബട്ട് സേവിങ് ഇറ്റ് അൻറ്റിൽ അബൌട്ട് എ പിൻ വാസ് അക്കുമുലേറ്റഡ്. അപ്പൊ വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് നിറയുന്നത് വരെ കാത്തിരുന്നിട്ട് വീണ്ടും ഞാൻ കുടിക്കും. സോ ദാറ്റ് ഐ കുഡ് ഗെറ്റ് ഡ്രങ്ക്. അങ്ങനെ ഞാൻ കുടിയനായി 14-ാമത്തെ വയസ്സ് മുതൽ കുടിയനായി തുടങ്ങി. ഈവൻ അറ്റ് ദാറ്റ് ഏജ്, ആ വയസ്സിന്റെ സമയത്ത് പോലും ഐ ഹാഡ് ലേൺഡ് ദാറ്റ് വൺ ഡ്രിങ്ക് വാസ് നോട്ട് എനഫ്. ഞാൻ ഒരു കാര്യം പഠിച്ചു, ഒരു കുടി കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല. ഐ ഹാഡ് ടു ഹാവ് എനഫ് ടു ഗെറ്റ് ഡ്രങ്ക് ഓൺ ഓർ വാട്ട് വാസ് ദ യൂസ്. അതായത് എനിക്ക് ഒരുപാട് മദ്യം വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഉപയോഗമില്ല. ഒരെണ്ണം അടിച്ചാൽ എനിക്കൊന്നും ഒരു കിക്ക് കിട്ടുകയില്ല. അറ്റ് 18, 18-ാമത്തെ വയസ്സിൽ ഐ ഗോട്ട് മൈ ഫസ്റ്റ് സ്റ്റഡി ജോബ്. ഒരു നല്ല ജോലി കിട്ടിയത് എൻ്റെ 18-ാമത്തെ വയസ്സിലാണ്. $12 വീക്ക്, അതായത് $12 ഒരു ആഴ്ചയിലാണ് എനിക്ക് കിട്ടിയത്. ദിസ് എലിമിനേറ്റഡ് വൺ ഓഫ് ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, ദ ഫിനാൻഷ്യൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് അപ്പോൾ കുറച്ചു വന്നു. ഏജ് ആൻഡ് ഹിയർ ദ ലോ വേർ സ്റ്റിൽ അഗൈൻസ്റ്റ് മീ. എന്നിരുന്നാൽ പോലും നിയമവും പടായവും രണ്ടും എനിക്കെതിരായി. കാരണം എനിക്ക് മദ്യം കിട്ടുകയില്ല. ബട്ട് ലോസ് വേർ നോട്ട് ആസ് സ്ട്രിക്റ്റ്ലി എൻഫോഴ്സ്ഡ് ഇൻ ദോസ് ഡേയ്സ് ആസ് ദേ ആർ നൗ. ഇന്നുള്ളതുപോലെ അന്നത്തെ കാലത്ത് നിയമം അങ്ങനെ എല്ലാവരും വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ 18 വയസ്സിന് മുകളിലുള്ളവരെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് മദ്യം കൊടുക്കണം. പക്ഷെ അത്രയും ആ നിയമത്തിന് അന്ന് അത്രയും സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ശക്തമായിട്ട് നടപ്പാക്കിയിരുന്നില്ല. ആൻഡ് ഐ ഡിസ്കവേർഡ് ദാറ്റ് ആസ് ലോങ് ആസ് ഐ ഹാഡ് ദ ഗ്രീൻ ബ്ലഡ്. അങ്ങനെ ഞാൻ ആ ഗ്രീൻ ബ്ലഡ് മേടിക്കാൻ തുടങ്ങി. അതായത് പൈസ കൊടുത്തിട്ട്, പച്ച കളറുള്ള നോട്ട് കൊടുത്തിട്ട് മേടിക്കാൻ. ദർ വാസ് ഓൾവേസ് എ വേ ടു ഗെറ്റ് ആൽക്കഹോൾ. ഞാൻ മറ്റൊരു വഴി കണ്ടു മദ്യം കിട്ടാനായിട്ട്. ഏതർ ഫ്രം എ നോൺ ഡിസ്ക്രിമിനേറ്ററി ബാർ അറ്റൻഡർ ഓർ ഫ്രം ആൻ ഓൾഡർ ഫ്രണ്ട് ഹൂ വുഡ് ബി ഗ്ലാഡ് ടു പർച്ചേസ് ദ ജോയ് ജ്യൂസ് ഫോർ ദ പ്രിവിലേജ് ഓഫ് ഷെയറിങ് ഇറ്റ്. അതായത് ഒരു ബാർ അറ്റൻഡറിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് വയസ്സ് 18 തെളിയിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോ അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇച്ചിരി പ്രായമുള്ള ഒരു വ്യക്തി, അവനാണെങ്കിലോ എന്റെ മദ്യം കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് പങ്കുപറ്റാമെന്ന് അവനും സന്തോഷവാനാണല്ലോ. അങ്ങനെ പർച്ചേസ്ഡ് ദ ജോയ് ജ്യൂസ് ഫോർ ദ പ്രിവിലേജ്. അതായത് അവനൊരു ജ്യൂസ് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മദ്യം മേടിച്ചു തരുമെന്ന്. അറ്റ് ദിസ് ടൈം, ഈ സമയത്ത് ദ പ്രൈസ് ഓഫ് ബൂസ് ഇൻ ദ ബാർസ് വാസ് 15 cents എ ഷോട്ട് ആൻഡ് 10 cents എ ബിയർ. അതായത് 10 സെന്റ് ആയിരുന്നു ഒരു ബിയറിന്, പക്ഷെ 15 cents ആണ് ഒരു ഷോട്ട് മദ്യത്തിന്. ഐ ഫൗണ്ട് ഔട്ട് ഫാസ്റ്റ് ദാറ്റ് ദ ചീപ്പസ്റ്റ് വേ ടു ഗെറ്റ് ഡ്രിങ്ക്. അങ്ങനെ പിന്നീട് എനിക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എങ്ങനെ കുടിക്കാമെന്നുള്ള പല വഴികളും കണ്ടുപിടിച്ചു. പാസ് ഓൺ ഷോട്ട്സ് വിത്ത് ബിയർ ചേസേഴ്സ് അറ്റ് 2 bites എ ക്രാക്ക്. അങ്ങനെ ഞാൻ ഈ ഒരു ഷോട്ടും പിന്നെ ബിയറും കൂടി കുടിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ, രണ്ടും കൂടി ഒന്നിച്ച് ഞാൻ ക്രാക്ക് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒന്നിച്ച് എടുത്തു. 2 bites എ ക്രാക്ക്, രണ്ടും ബിയറും ഈ പറയുന്ന ഷോട്ടുകളും. സേയിങ് ദിസ് സ്പ്രീസ് വേർ ലിമിറ്റഡ് ടു 1 a week. അങ്ങനെ ഞാൻ
ഈ പറയുന്ന മദ്യത്തിന്റെ ഈ വലിയ ദുരിതത്തില് ഒരാഴ്ച ഇങ്ങനെ കടന്നുകൂടി. ദേ വെയർ നോട്ട്. പക്ഷെ അത് ഒരാഴ്ച കൊണ്ട് തീർന്നില്ല. ആൻഡ് സേയിങ് ദാറ്റ് ദ ആവറേജ് സ്പ്രീ വാസ് 10 ഓഫ് ദിസ് ഡ്രിങ്ക്സ്. അതും 10 സംടൈംസ് മോർ സംടൈംസ് ലെസ്. ചില ദിവസങ്ങള് ഈ പറയുന്ന ഈ മദ്യത്തിന്റെ കുടിച്ചു കൂത്താടലുകള് ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് നിൽക്കേണ്ടതാണ്. പക്ഷെ ചിലപ്പോൾ അത് നിന്നില്ല. ചിലപ്പോൾ 10 ദിവസം കൊണ്ട് നിൽക്കണം. എന്നിട്ടും നിന്നില്ല. സംടൈംസ് മോർ സംടൈംസ് ലെസ്. ചിലപ്പോൾ 10 ദിവസം കൊണ്ട് നിൽക്കും, ചിലപ്പോൾ 10 ദിവസം കൊണ്ട് നിന്നില്ല. വി കം അപ്പ് വിത്ത് ദ ഫസ്റ്റ് ബോറിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആ പറയുന്ന നിങ്ങളെ ബോറടിപ്പിക്കുന്ന കണക്കുകൂട്ടലിലേക്ക് പോവുകയാണ്. 250 പെർ വീക്ക് ഔട്ട് ഓഫ് $12. അതായത് ഒരാഴ്ച $12 നിന്ന് $2.50 ഒരാഴ്ച ഞാൻ ചെലവാക്കുന്നു. $12 എന്റെ ശമ്പളം. ഒരാഴ്ച $2.50 മദ്യത്തിന് ചെലവാക്കുന്നു. ടു കീപ് ഇറ്റ് ഇൻ റൗണ്ട് ഫിഗേഴ്സ്. ഏതായാലും നമുക്കിതൊരു വട്ടക്കണക്കിലെടുക്കാം. ലെറ്റ്സ് സേ 20% ഓഫ് മൈ ഇൻകം വെന്റ് ഫോർ ഗിഗിൾ ഗാർഗിൾസ്. അതായത് എന്റെ വരുമാനത്തിന്റെ ഒരു 20% ഞാൻ മദ്യത്തിന് വേണ്ടി, അതായത് ഗിഗിൾ ഗാർഗിൾസ് എന്ന് വെച്ചാല് ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഗിഗിൾ ചെയ്യല്ലോ, നമ്മള് അതിനെന്താ പറയാ, കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, അതിന് ഗിഗിള്. പിന്നെ ഗാർഗിൾസ്, പിന്നെ കുലുക്കുഴിയാന്ന് നമ്മൾ പറയുന്നതാണ് ഗാർഗിള്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിനാണ് ഗിഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സൗണ്ടിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് 20% അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹം കൊടുത്തെന്ന് കണക്ക് കൂട്ടുക. ആഫ്റ്റർ എ ഫ്യൂ മോർ എസ്റ്റിമേറ്റ്, വീണ്ടും നമ്മൾ കൂടുതൽ കണക്ക് കൂട്ടുമ്പോൾ ആസ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഫോർ ബൂസ് ഓവർ എ ഫ്യൂ സിമ്പിൾ ഇയേഴ്സ് ടേക്കൺ അറ്റ് റാൻഡം. പിന്നീടുള്ള ഈ മദ്യത്തിന്റെയും അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വരുമാനത്തിന്റെയും, അല്ലെങ്കിൽ മദ്യം കൊണ്ട് കുടിച്ച മദ്യം മോർ എസ്റ്റിമേറ്റ് ആസ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് വരുമാനവും മദ്യത്തിന് വേണ്ടി ചെലവാക്കിയ ചെലവുകളും കുറച്ച് സാമ്പിൾ ഇയേഴ്സ്, ഫ്യൂ സാമ്പിൾ ഇയേഴ്സ് ടേക്കൺ അറ്റ് റാൻഡം. നമുക്കൊരു വട്ടക്കണക്കിന് എടുക്കാം, ഒരു സാമ്പിൾ ഇയേഴ്സ് ആയിട്ട് എടുക്കാം. ഐ കൺക്ലൂഡ്, ഞാൻ ചുരുക്കി എഴുതുകയാണ്, ദാറ്റ് ദിസ് 20% സ്റ്റേഡ് ഫെയർലി കോൺസ്റ്റന്റ്. ഈ 20%, നമ്മൾ ഇങ്ങനെ ഒരു റഫായിട്ട് എടുക്കുമ്പോൾ വരുമാനത്തിന്റെ 20% മദ്യത്തിന് വേണ്ടി സ്ഥിരമായി നിലനിന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ നിന്ന് ആ ഇൻകം ഇൻക്രീസ്, നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദ പ്രൈസ് ഓഫ് ലിക്വർ ഇൻക്രീസ് പ്രൊപ്പറേഷനറ്റ്ലി. അപ്പൊ നമ്മുടെ വരുമാനം കൂടുന്നുണ്ട്, അന്നേരം നമ്മുടെ മദ്യത്തിന്റെ വിലയും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് 20% എന്ന് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. കാരണം അത് അങ്ങനെ തുലനം ചെയ്തു പോവുകയാണ്. ഗ്രാജുവേറ്റഡ് ഫ്രം ഷോർട്സ് ആൻഡ് ബിയർ ചേസേഴ്സ് ടു സ്കോച്ച് ആൻഡ് സോഡാസ്. അതായത് ഞാൻ പിന്നീട് എനിക്ക് ഉപരിപഠനം കിട്ടി, അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം കിട്ടി. അതിൽ നിന്ന് ഷോട്ടുകളും ചെറിയ ചെറിയ ഷോട്ടുകളും ബിയറുകളിൽ നിന്നും ഞാൻ സ്കോച്ചിലേക്കും സോഡയിലേക്കും ഞാൻ മാറാൻ തുടങ്ങി. ഇറ്റ് വാസ് ദ ബിയർ ആൻഡ് ചീപ്പ് വിസ്കി ദാറ്റ് വാസ് മേക്കിംഗ് മീ എ സോ സിക്ക്. അത് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ചീപ്പായിട്ടുള്ള വിസ്കിയും, അല്ലെങ്കിൽ വളരെ മോശം, അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ വിസ്കിയും ബിയറും കൂടി കുടിക്കുമ്പോൾ എനിക്ക് സിക്ക് വരും, അസുഖബാധിതനാവുന്നു. വേർ ഹാവ് വി ഹിയർഡ് ദിസ് ബിഫോർ? എവിടെയാണ് നമ്മളിത് മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അറ്റ് ഏജ് 21, ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ഐ ഇനിഷ്യേറ്റഡ് എൻലിസ്റ്റഡ് ഓൺ ദ നേവി ഫോർ 2 reasons. ഞാൻ നേവിയിൽ 2 കാരണങ്ങൾ കൊണ്ട് ഇതായി. ടു അവോയ്ഡ് ബീയിങ് ഡ്രാഫ്റ്റഡ് ഇൻ ടു ദ ആർമി. ആർമിയിലേക്ക് എന്നെ വലിച്ചടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഞാൻ അവിടെ പോയി ചേർന്ന്. 21 21ാമത്തെ വയസ്സിൽ നേവി ചേർന്ന്. 2 കാരണമാണോ? ചേർന്നില്ലെങ്കിൽ എന്നെ ആർമിയിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോകും. രണ്ടാമത്തെ കാര്യം, ഔട്ട് ഓഫ് എ ബേസ്റ്റ് ഓഫ് patriotic fervor inspired by the advent of World War II, and as the result of an all-night drinking binge was found me sitting on the doorstep of the Navy recruiting office when the chief petty officer arrived to open for business at 9 o'clock Monday morning. അതായത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് അതിനോടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായ ചില കാര്യങ്ങളാണ്. അതായത് പലരും രാത്രികാലം മുഴുവൻ കുടിച്ചിട്ടതിന് ശേഷം ഈ പറയുന്ന നേവി റിക്രൂട്ടിംഗ് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഡോർ സ്റ്റെപ്പുകളിൽ അനേകം ആളുകൾ വന്നിരിക്കുന്നുണ്ട്. ദ ചീഫ് പെറ്റി ഓഫീസർ അറൈവ്ഡ് ടു ഓപ്പൺ. അതായത് അതിനകത്ത് പ്രധാനപ്പെട്ട ഓഫീസർ വന്ന് ആ മുറി തുറക്കുന്നത് വരെ പല ആളുകളും ഈ പറയുന്ന റിക്രൂട്ടിംഗ് ഓഫീസിൽ മുമ്പിൽ വന്നിരിക്കുകയാണ്. 9 മണിക്ക് രാവിലെ, തിങ്കളാഴ്ച രാവിലെയാണ് അത് തുറക്കുക. ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ്, എന്റെ മനസ്സിൽ വീണ്ടും പറഞ്ഞു, I probably thought they won't take me as drunk as I am. But I was wrong. അതായത് ഞാനും അങ്ങനെ വളരെയധികം കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ അവരെടുക്കുകയില്ലായിരിക്കും. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. 2 weeks later found me being sown in. പിന്നെ എന്നെ കാണുന്നത് ആയുധധാരിയായിട്ടുള്ള ഒരാളായിട്ടാണ്. ആൻഡ് ദ ഫസ്റ്റ്
പേഡേ ഇൻ ദ നേവി മേഡ് മീ റിയലൈസ് ഐ ഹാഡ് ഫൗണ്ട് എ ഹോം. അങ്ങനെ ആദ്യത്തെ ഈ പറയുന്ന കുടി ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഞാനും ഒരു കാര്യം അറിഞ്ഞതാണ്, ഞാൻ അവസാനം വീട് കണ്ടെത്തി. മൈ ഫസ്റ്റ് പേ വാസ് $10. എൻ്റെ ആദ്യത്തെ പേ എത്രയാണെന്നറിയോ? $10. പേ ഫോർ റിക്രൂട്ട്സ് അറ്റ് ദ ടൈം ബീങ് $21 പെർ മന്ത്. അന്നത്തെ കാലത്ത് $21 ആയിരുന്നു. ഫസ്റ്റ് പേ വാസ് $10. ആദ്യത്തെ പേ $10 ആയിരുന്നു. അന്നത്തെ പേ സാധാരണ പേ $21 പെർ മന്ത്, ഒരു മാസം. ബട്ട് മൈ ബോർഡ്, റൂം ആൻഡ് ക്ലോത്തിങ് വെയർ ഫ്രീ. അതായത് എൻ്റെ റൂമും താമസ സ്ഥലവും അതൊക്കെ വസ്ത്രമൊക്കെ ഫ്രീ ആയിരുന്നു, സൗജന്യമായിരുന്നു. ആൻഡ് ഐ കുഡ് സ്പെൻഡ് ദ ഹോൾ $10 ഓൺ ബൂസ്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിരുന്ന $10 മൊത്തത്തിൽ മദ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞു. സോ ഐ സ്പെൻഡ് 20 years ഇൻ ദ നേവി. അങ്ങനെ 20 വർഷം ഞാൻ നേവിയിൽ കഴിച്ചുകൂട്ടി. Now my drinking was limited by only one factor: the enforced periods of dryness caused by lengthy tours to sea. അപ്പം പലപ്പോഴും എനിക്ക് കുടി ഇച്ചിരി ലിമിറ്റ് വന്നു. കാരണം ഈ പറയുന്ന ലെങ്തി ടൂർസ് അറ്റ് സീ, അതായത് കടലിലൂടെയുള്ള വളരെ ദീർഘദൂരം സഞ്ചരിച്ച് പോകേണ്ടുന്ന സമയത്ത് ചില ഇടവേളകളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ദ ഷോർട്ട് ടൂർസ് കുഡ് ബി ടേക്കൺ കെയർ ഓഫ് ബൈ സ്നീക്കിംഗ് ഇൻ ഓഫ് വിസ്കി. പക്ഷെ ചെറിയ ചെറിയ ടൂറുകളിലൊക്കെ എന്ത് ചെയ്യും, ഞാൻ വിസ്കി കണ്ടെത്താൻ ശ്രമിക്കും. അബൌട്ട് ഷിപ്പിൽ കൊണ്ടുപോകും. സോ ദാറ്റ് ഇറ്റ് കുഡ് ബി റേഷൻഡ് ഔട്ട് അൻറ്റിൽ അനദർ സപ്ലൈ കുഡ് ബി ലേഡ് ഔട്ട്. അപ്പൊ അത് റേഷൻ പോലെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അടുത്ത സപ്ലൈ വരുന്നത് വരെ ആ ഒരു റേഷൻ പോലെയാണ് എനിക്ക് കിട്ടുന്നത്. ദ ഓൺലി അതർ ഒക്കേഷണലി ലിമിറ്റിംഗ് ഫാക്ടർ വാസ് ദാറ്റ് ഐ മൈറ്റ് റൺ ഔട്ട് ഓഫ് മണി. ഒന്നില്ലെങ്കിൽ കടലിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ദീർഘദൂരമൊക്കെ സഞ്ചരിച്ച ഷിപ്പിലുള്ളപ്പോൾ ഞാൻ കുറച്ചേ കുടിച്ചിരുന്നുള്ളൂ. മറ്റൊരു അവസരം എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പണം അവസാനിക്കുമ്പോൾ, ഈ പണമില്ലാതെ വരുമ്പോൾ ഞാൻ കുടി നിർത്തും. ബിഫോർ ദ നെക്സ്റ്റ് പേ ഡേ റോൾഡ് അറൗണ്ട്. പിന്നീട് പിറ്റേ ദിവസം പണം കടന്നു വരുമ്പോൾ, ബട്ട് ഐ വാസ് കെയർഫുൾ ആൻഡ് കണ്ണിങ് ആൽക്കഹോളിക്. ഞാൻ വളരെ ശ്രദ്ധാലുവായ സൂത്രശാലിയായ മദ്യപാനായിരുന്നു. ആൻഡ് ദിസ് ഡിഡിൻ ഹാപ്പൻ വെരി ഓഫൺ. പക്ഷെ എനിക്ക് എപ്പോഴും ഒരിക്കലും ഇങ്ങനെ കൂടി നിർത്താൻ കഴിഞ്ഞിട്ട്, കാരണം എപ്പോഴും ഞാൻ ഭയങ്കര കണ്ണിങ് ആയിരുന്നു. അതുകൊണ്ട് എപ്പോഴും പൈസ കയ്യിലുണ്ടാവും. അത് സാധാരണ എപ്പോഴും സംഭവിച്ചിരുന്നില്ല. സോ ഐ ബിലീവ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ദാറ്റ് 20% ഈസ് എ വെരി കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഇൻകം ഐ ബിലീവ്. അതായത് മദ്യത്തിന് വേണ്ടി എൻ്റെ വരുമാനത്തിന്റെ 20% ഞാൻ വലിച്ചെറിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോർ ആൻ എസ്റ്റിമേറ്റ് ഓഫ് സാലറി from the 21 a month that to start with to over 400 per month upon any retirement. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു സാലറി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 21 a month, $21 ഒരു മാസം. അതാണ് തുടക്കം. ടു ഓവർ 400 പെർ മന്ത്. അത് പിന്നീട് $400 വരെയായി ഒരു മാസം. അപ്പോൾ മൈ റിട്ടയർമെന്റ് ആഫ്റ്റർ 20 years ഇൻ ദ നേവി. അതായത് 21 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാസം $400 വരെയായി. $21 തുടങ്ങിയ ശമ്പളം $400 വരെ ഉയർന്നു. ഐ ബിലീവ് ദാറ്റ് ആൻ ആവറേജ് ഇൻകം ഓഫ് 2000 a year over this period is low. 2000 ആണ് ഒരു വർഷത്തില് പെർ വർഷത്തിലെ വരുമാനം. ബട്ട് ഐ സ്റ്റേറ്റഡ് earlier an underestimate is best. അതായത് ഞാൻ ഇതിക്ക് മുമ്പ് പറഞ്ഞത് വളരെ ചുരുങ്ങിയ കണക്കാണ് ഏറ്റവും നല്ലത്. സം സിമ്പിൾ മാത്തമാറ്റിക്സ് ആൻഡ് മോർ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ചെറിയൊരു കണക്കൂട്ടല്, എന്നാൽ ചില കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടും. അതായത് $2000 a year ഫോർ 25 years ഈസ് 50,000. അതായത് $2000 ഒരു വർഷം വെച്ച് മദ്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 25 വർഷം കൊണ്ട് $50,000 ഞാൻ ചെലവഴിച്ചു. 20% ഓഫ് വിച്ച് ഈസ് $10,000. അതായത് $10,000 ഒരു മദ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു. ആൽക്കഹോളിക്സ് ബീയിങ് ദ ആർഗ്യുമെന്ററി ലോട്ട് ദാറ്റ് വി ആർ. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതിനെ തർക്കത്തിൽ നിൽക്കും. നമ്മൾ തർക്കത്തിൽ നിൽക്കുന്നവരാണ് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട്. ദ AA മെമ്പർഷിപ്പ് വിൽ അൺഡൗട്ട്ലി കം അപ്പ് വിത്ത് ദ ഫ്യൂ ഹൂ വിൽ ഡിസ്പ്യൂട്ട് ദിസ് ഫിഗേഴ്സ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗത്വം എന്ന് പറയുന്നത് നമുക്ക് അൺഡൗട്ട്ഫുള്ളി, അതായത് അൺഡൗട്ട്ലി എന്ന് വെച്ചാൽ സംശയകരമായ ഒരു കാര്യം പറയാൻ, കം അപ്പ് വിത്ത് എ ഫ്യൂ ഹൂ വിൽ ഡിസ്പ്യൂട്ട് ദിസ് ഫിഗേഴ്സ്. ആർക്കാണോ ഇത്രയും ഒരു കണക്ക് കൂട്ടലുകൾ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫിഗർ കിട്ടുന്നത്, അവർക്കാണ് നമ്മുടെ മെമ്പർഷിപ്പിന് അനുയോജ്യമായത്. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞു, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗത്വമായി ചേരാനായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിന് കൊടുക്കുന്ന
പണത്തേക്കാൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെന്ന്. ദാറ്റ് ദിസ് ഈസ് എ വെരി റഫ് എസ്റ്റിമേറ്റ്. എന്നിരുന്നാൽ തന്നെയും ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്, ഏകദേശ കണക്കാണ്. ലൈക്ക് മോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇറ്റ് ഡസൻറ്റ് പ്രൂവ് എനിത്തിങ്. മറ്റ് പല കണക്കുകൾ കണക്കുകൂട്ടുന്ന പോലെയല്ല, ഇതൊന്നും തെളിയിക്കാൻ വേണ്ടിയല്ല. ജസ്റ്റ് സാറ്റിസ്ഫൈസ് എ ലിറ്റിൽ ക്യൂരിയോസിറ്റി എഞ്ചിനീയർഡ് ബൈ ദ വെയിൽ ഓ ദോസ് ഇനിഷ്യേഷൻ പീസ് ദാറ്റ് പ്രോംപ്റ്റഡ് ദിസ് ഇൻവെസ്റ്റിഗേഷൻസ്. അതായത് എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജിജ്ഞാസാപൂർവ്വം ഒരു കണക്കെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ ആ പ്രവേശന ഫീസാണ്. ഓ ദോസ് ഇനീഷ്യേഷൻ ഫീസ്, അതായത് ഇങ്ങനെ ആൽക്കോളിസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഞാൻ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ദാറ്റ് പ്രോംപ്റ്റഡ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ. അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വന്നത്. ഇൻകാൽക്കുലേബിൾ ആർ ദ ഇന്റൻജിബിൾ ഇനിഷ്യേഷൻ ഫീസ് ദാറ്റ് എ മെമ്പർസ് ഹാവ് പെയ്ഡ്. അതായത് നമുക്ക് പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത, കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രമാത്രം പ്രവേശന ഫീസാണ് നമ്മൾ ആൽക്കോളിസ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് പ്രവേശിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ദ സിക്ക്, നമുക്ക് അത് കണക്കൂട്ടാൻ കഴിയാത്ത മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസുഖങ്ങൾ, സിക്ക് ഹാങ് ഓവേഴ്സ്, നമ്മൾ ഹാങ് ഓവർ വന്നത്, ദ റിമോഴ്സ്, നമുക്ക് ഇങ്ങനെ ദേഷ്യം, ഗിൽറ്റ്, കുറ്റബോധം, ബ്രോക്കൺ ഹോംസ്, തകർക്കപ്പെട്ട കുടുംബം, ജയിലിൽ പോയത്, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആശുപത്രികളിലും മറ്റു ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ പോയത്, ആൻഡ് ദ മെന്റൽ ആൻക്യൂഷ്, പിന്നീട് നമ്മുടെ ഈ പറയുന്ന മാനസികമായിട്ടുള്ള ആ ഒരു ജിജ്ഞാസ, ഇൻ ജനറൽ ദാറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് ഓവർ ദി ഇയേഴ്സ്. അത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഓൺലി ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം ക്യാൻ കാൽക്കുലേറ്റ് ദിസ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിന് മാത്രമേ ഇത് കൃത്യമായി കണക്കൂട്ടി പറയാൻ പറ്റുള്ളൂ. ബട്ട് ഹൗ നൗ, പക്ഷെ ഇപ്പോൾ വിത്ത് ഹിസ് ഹെൽപ്പ് ആൻഡ് ഗ്രേസ്, അവന്റെ സഹായത്താലും അനുഗ്രഹത്താലും അല്ലെങ്കിൽ കാരുണ്യത്താലും, ദിസ് ചൈൽഡ് ഓഫ് ഹിസ് ഹാസ് പെയ്ഡ് ഹിസ് ഇനിഷ്യേഷൻ ഫീസ് ഫോർ ഗുഡ്. അതുകൊണ്ട് തന്നെ ഈ മകൻ അവന്റെ ആൽക്കോളിസ് യൂണിവേഴ്സിറ്റി പ്രവേശിക്കാനായിട്ടുള്ള പ്രവേശന ഫീസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ആസ് ലോങ് ആസ് ഹർ റിമെമ്പറേഴ്സ് ടു സ്റ്റേ അവേ ഫ്രം ദ ഫസ്റ്റ് ഡ്രിങ്ക്. അതായത് അവന്റെ ആദ്യത്തെ കുടിയിൽ നിന്ന് അവൻ മാറി നിൽക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നത് വരെ, ദ വൺ ദാറ്റ് ഡോസ് ഓൾ ദ ഡാമേജ് വൺ ഡേ അറ്റ് എ ടൈം. അതായത് ഫസ്റ്റ് ഡ്രിങ്ക് ആണ്, ആദ്യത്തെ കുടിയാണ് ദ വൺ ദാറ്റ് ഡസ് ഓൾ ദ ഡാമേജ്. എല്ലാവിധ ഡാമേജ് ഉണ്ടാക്കുന്നതും ആദ്യത്തെ കുടിയാണ്. വൺ ഡേ അറ്റ് എ ടൈം, ഒരു ദിവസം ഒരു നേരം എന്നുള്ള, വൺ ഡേ അറ്റ് എ ടൈം, ഒരു ദിവസം എന്നുള്ള രീതിയിൽ. നമുക്ക് ആ കഥ അങ്ങനെയാണ് പറഞ്ഞാണ്. അതേപോലെ കാൽക്കുലേഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. അടുത്ത കഥ ഗ്രോയിങ് അപ്പോൾ ഓൾ ഓവർ അഗെയിൻ. ഇതെല്ലാം ഈ 2-3 പേജുള്ള കഥകളാണ് ഈ സെക്കൻഡ് എഡിഷനിലുള്ളത്. അപ്പൊ ഗ്രോയിങ് അപ്പോൾ ഓൾ ഓവർ അഗെയിൻ, വീണ്ടും വളരുകയാണ്. എ ഗുഡ് ബോയ്, നല്ല കുട്ടി, റീച്ച്ഡ് അഡൽട്ട്ഹുഡ് ആൻഡ് സക്സസ് വിത്തൗട്ട് അച്ചീവിംഗ് മെച്യൂരിറ്റി ഓർ ഫുൾഫിൽമെന്റ്, ഡിഫീറ്റഡ് ബൈ ആൽക്കഹോൾ ആൻഡ് പിൽസ്, ഹി ഫൗണ്ട് ദ വേ എ ന്യൂ ലൈഫ്. നല്ലൊരു കുട്ടിയായിരുന്നു അവൻ. അവൻ അഡൽട്ട്ഹുഡിലേക്ക് യുവത്വത്തിലേക്ക് പ്രവേശിച്ചു, ആൻഡ് സക്സസ് വിത്തൗട്ട് അച്ചീവിംഗ് മെച്യൂരിറ്റി ഓർ ഫുൾഫിൽമെന്റ്. അതായത് മച്യൂരിറ്റി കിട്ടി, അത് നടന്നു. ഡിഫീറ്റഡ് ബൈ ആൽക്കഹോൾ ആൻഡ് പിൽസ്, പക്ഷെ അവനെ മദ്യവും ഗുളികകളും പരാജയപ്പെടുത്തി, തോൽപ്പിച്ചു. പിന്നീട് അവൻ നല്ലൊരു ജീവിതത്തിന് വഴി, ഹി ഫൗണ്ട് ദ വേ ടു എ ന്യൂ ലൈഫ്, അവനൊരു പുതിയ വഴിയിലേക്ക് വഴി കണ്ടുപിടിച്ചു. ഐ വാസ് 28 years old. ഞാൻ 28 വയസ്സുണ്ട്. ഐ ഹാഡ് ബീൻ എലക്ടഡ് പ്രസിഡന്റ് ഓഫ് എ സിവിക് ക്ലബ്. സിവിക് ക്ലബിലെ പ്രസിഡന്റായിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഐ വാസ് ഡീക്കൺ ആൻഡ് എ സൺഡേ സ്കൂൾ ടീച്ചർ. ഞാനൊരു ഡീക്കനായിരുന്നു, പള്ളിയിലെ ഡീക്കനും പിന്നെ ഞാൻ വേദോപദേശം പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനുമായിരുന്നു. ഐ ഹാഡ് എ ലവ്ലി വൈഫ് ആൻഡ് 3 children. എനിക്കൊരു സ്നേഹനിധിയായ ഭാര്യയും 3 കുട്ടികളും ഉണ്ടായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് ബിഗാൻ എ ഡെന്റൽ പ്രാക്ടീസ് ഇൻ എ ബ്യൂട്ടിഫുൾ ന്യൂ ഓഫീസ്. ഞാൻ എൻ്റെ പല്ലിന്റെ പരിശീലനം, അല്ലെങ്കിൽ ദന്ത ഡോക്ടറായിട്ടുള്ള പരിശീലനം എൻ്റെ പുതിയ ഓഫീസിൽ തുടങ്ങി. ഐ ഹാഡ് കംപ്ലീറ്റഡ് എ 3 years ടൂർ ഇൻ ദ നേവി. ഞാൻ 3 വർഷം നേവിയിൽ ടൂർ പോയി, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തു. മൈ വൈഫ് വാസ് ഇൻ ദ ജൂനിയർ ലീഗ്. എൻ്റെ വൈഫാണെങ്കിൽ ജൂനിയർ ലീഗിലായിരുന്നു. ഐ വാസ് ഓൺ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ ലോക്കൽ സെന്റർ ഫോർ ദ മെന്റലി റിട്ടയർഡ്. ഞാനാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരുന്നു, അത് ലോക്കലില്. എന്താണ് മെന്റലി റിട്ടയർഡ്, അതായത് മാനസികമായിട്ട് പ്രശ്നമുള്ളവരുടെ ഇതിനകത്ത്. നോ വൺ കുഡ് ഹാവ് ടോൾഡ് മീ, ഒരാൾ എന്നോട് പറഞ്ഞില്ല, ദെൻ ദാറ്റ് ഐ ഹാഡ് നോട്ട് ഏൺഡ് ഓൾ മൈ സക്സസ്. അതായത് ഒരാൾ എന്നോട് പറഞ്ഞില്ല, ഐ ഹാഡ് നോട്ട് ഏൺഡ് ഓൾ മൈ സക്സസ്, ഞാൻ വിജയം ഭരിച്ചില്ല, അല്ലെ ഒന്നും ആരും എന്നോട് പറഞ്ഞില്ല. നോർ കുഡ് എനിവൺ ഹാവ് ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ആൻ ആൽക്കോളിക് ആൻഡ് എ ഡ്രഗ് അഡിക്റ്റ്. ആരും എന്നോട് എൻ്റെ വിജയത്തിനെ പറ്റി പരാതി പറഞ്ഞില്ല. ആരും ഞാനൊരു മദ്യാസക്തനാണെന്നോ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പറഞ്ഞില്ല.
The only thing that bothered me was a cozy feeling I had in the pit of my stomach. എനിക്ക് ഒരു കാര്യം എന്നെ ബോധർ ചെയ്തതെന്ന് വെച്ചാല് ബോധർ ചെയ്തതാണ് ഒരു ഫീലിംഗ് ആണ്. ഐ ഹാഡ് ഇൻ ദ പിറ്റ് ഓഫ് മൈ സ്റ്റൊമക്ക്. അതായത് ഞാൻ എൻ്റെ ഈ വയറിലുണ്ടായ ഒരു പിറ്റ് ഓഫ് മൈ സ്റ്റൊമക്ക് ഐ ഹിൻഡഡ് ടു മീ ദാറ്റ് എവരിതിങ് വാസ് ഫോണി. അതായത് എൻ്റെ വയറ്റിലുണ്ടായ അസ്വസ്ഥതകളാണ് അവനെ ബോധർ ചെയ്യിപ്പിച്ചുള്ളത്. I had accomplished all the right things that our society accepted. ഞാൻ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പൂർത്തിയാക്കി. ആൻഡ് ഐ ഹാഡ് നോ റിയൽ പീസ് ഓഫ് മൈൻഡ് നോർ ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായില്ല, മാനസിക സമാധാനം ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായില്ല. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി ഉണ്ടായില്ല. ഐ വാസ് നത്തിങ് മോർ ദാൻ എ സ്പോയിൽഡ്. ഞാൻ എപ്പോഴും സ്പോയിൽ അല്ലെങ്കിൽ നശിപ്പിക്കാൻ സ്പോയിൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവരാൽ സ്പോയിൽ ചെയ്യപ്പെട്ട ഇൻഡുൾജഡ് ആൻഡ് ടാലന്റഡ് ബ്രാറ്റ്, നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇൻ ലെസ് ദാൻ 2 years, 2 വർഷത്തിൽ കുറഞ്ഞ കാലം, ഐ ലോസ്റ്റ് മൈ പ്രാക്ടീസ്. ഞാൻ എൻ്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ ദന്ത ഡോക്ടർ എന്നുള്ള പരിശീലനം നഷ്ടപ്പെട്ടു. മൈ ഹോം, എൻ്റെ വീട് നഷ്ടപ്പെട്ടു. മൈ വൈഫ്, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ആൻഡ് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികൾ നഷ്ടപ്പെട്ടു. ഐ ട്രൈഡ് ദ ചർച്ച് ആൻഡ് സൈക്കാട്രി ആൻഡ് ഫൈനലി കെയിം ടു എ. ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ മാനസികമായിട്ടുള്ള എൻ്റെ ചില സൈക്കാട്രി ചികിത്സകൾക്കും പോയി. പക്ഷെ അവസാനം ഞാൻ എയിൽ എത്തിച്ചേർന്നു. ദ ലാസ്റ്റ് ടൈം ഐ ഡ്രിങ്ക്, അവസാനം ഞാൻ കുടിച്ചപ്പോൾ വെൻ ഐ വാസ് 29, എനിക്ക് 29 വയസ്സാണ്. ഐ ഡ്രാങ്ക് ഫോർ ഓൺലി 4 days. ഞാൻ 4 ദിവസം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഐ ത്രട്ടൺ ടു കിൽ മൈ ചിൽഡ്രൻ. എന്നിട്ട് പോലും 4 ദിവസം ഞാൻ കുടിച്ചുള്ളൂ. എന്നിട്ട് പോലും ഞാൻ എൻ്റെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി, ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന്. ഐ ബീറ്റ് മൈ വൈഫ്, ഞാൻ എൻ്റെ ഭാര്യയെ അടിച്ചു. അറ്റ് ഹോം ആൻഡ് ഓൺ ദ ചർച്ച് സ്റ്റെപ്സ്, എൻ്റെ വീട്ടിലും തല്ലി, ഞാൻ എൻ്റെ പള്ളിയുടെ പടികളിൽ വെച്ച് അവളെ തല്ലി. ഐ മിസ്ട്രീറ്റഡ് എ ചൈൽഡ് ഇൻ മൈ ഓഫീസ്. എൻ്റെ ഒരു കുട്ടിയെ എൻ്റെ ഓഫീസിൽ വെച്ച് ഞാൻ അവനോട് മോശമായി പെരുമാറി. ആൻഡ് ഐ റാൻ ടു ഹോസ്പിറ്റൽ ഫോർ മെന്റൽ ഇൽനസ് ടു അവോയ്ഡ് ജയിൽ. ഞാൻ നേരെ ഓടി ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. കാരണം അല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നേരെ ഒരു മാനസിക ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയി. ഐ ആം വൺ ഓഫ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് എ മെമ്പേഴ്സ് ഹു ആർ സെക്കൻഡ് ജനറേഷൻ. രണ്ടാമത്തെ ജനറേഷനിൽ വളർന്നു വരുന്ന ആൽക്കോളിക്സ് അനോണിമസിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. ഇൻഫാക്ട് ഈ കാരണത്താൽ ഐ വാസ് ടേക്കൻ ടു എ ബൈ എ വുമൺ ഹും മൈ ഫാദർ ഹാഡ് ടേക്കൻ ടു എ ബൈ എ വുമൺ. ഞാൻ ആൽക്കോളിക്സ് അനോണിമസിലേക്ക് എത്തിയത് ഒരു പെണ്ണ് വഴിയാണ്. ഹും മൈ ഫാദർ ഹാഡ് ടേക്കൻ ടു എ. അതായത് എൻ്റെ അപ്പനെ ആശുപത്രിയിൽ എയിൽ എത്തിച്ച അതേ പെണ്ണ് തന്നെയാണ് എന്നെയും അല്ലെങ്കിൽ അതേ സ്ത്രീ തന്നെയാണ് എന്നെയും എയിൽ എത്തിച്ചത് 13 years earlier. അതായത് 13 വർഷക്കാലം മുമ്പ്. ഐ നെയ്തർ ഡ്രാങ്ക് നോർ സ്മോക്ക്ഡ് അൻറ്റിൽ ഐ വാസ് 19 years old. അതായത് ഞാൻ പുകവലിക്കുകയോ മദ്യം കുടിക്കുകയോ ചെയ്തില്ല എനിക്ക് 19 വയസ്സ് വരെ. ഐ വാസ് ആൻ ഓണർ ഗ്രാജുവേറ്റ് ഇൻ ഹൈസ്കൂൾ. എനിക്ക് നല്ലൊരു ഗ്രാജുവേഷൻ കിട്ടി ഹൈസ്കൂളിൽ നിന്ന്. ആൻഡ് ഐ വാസ് എ ഗുഡ് ബോയ്. ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു സെക്കൻഡ്. ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ഗ്രാജുവേറ്റ് ഹൈസ്കൂൾ. ഐ വാസ് എ ഗുഡ് ബോയ്. നല്ലൊരു ആൺകുട്ടിയായിരുന്നു. ടു ഹും മദേഴ്സ് പോയിന്റഡ് വെൻ ദെയർ സൺസ് വെന്റ് ആസ്ട്രേ. അതായത് ആശ്രയ കൊണ്ട് കളയാനായിട്ട് പറയുന്ന അല്ലെങ്കിൽ അതെല്ലാം ചെയ്യുന്ന ഒരു നല്ല കുട്ടിയാണ്. അവാർഡഡ് സ്കോളർഷിപ്പ്. എനിക്ക് സ്കൂളിൽ നിന്നൊരു സ്കോളർഷിപ്പ് കിട്ടി ടു എ ഫേമസ് ഓൾഡ് ഈസ്റ്റേൺ കോളേജ്. അതൊരു വളരെ പ്രശസ്തി ആർജിച്ച ഈസ്റ്റേൺ കോളേജാണ്, പഴയ കോളേജാണ്. ഐ ബിഗാൻ ടു ഡ്രിങ്ക് അറ്റ് ദ എൻഡ് ഓഫ് മൈ ഫ്രഷ്മൻ ഇയർ. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ആദ്യത്തെ വർഷം തന്നെ, ഫ്രഷ്മൻ ഇയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം തന്നെ, അവിടെ ചേർന്ന ആദ്യത്തെ വർഷം തന്നെ എൻഡ് ഓഫ് ഫ്രഷ്മൻ ഇയർ ആൻഡ് ബൈ ജൂനിയർ ഇയർ. അപ്പോൾ അതൊരു ജൂനിയർ ഇയർ ആയിരുന്നു. അവിടെ വെച്ച് തന്നെ ഞാൻ കുടി തുടങ്ങി. ഐ ഹാഡ് ടു ട്രാൻസ്ഫർ ടു ആൻ ഈസിയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ടു കീപ് മൈ ഗ്രേഡ്സ് അപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറേണ്ടി വന്നു. കാരണം എൻ്റെ ഗ്രേഡുകൾ കാത്തു സൂക്ഷിക്കപ്പെട്ടു. ഓഡ്ലി ഇനഫ് ദ ഡെന്റിസ്റ്റ് ഹു സ്റ്റാർട്ടഡ് എ ഇൻ അമർലിയോ ടെക്സാസ്.
അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഡെന്റിസ്റ്റ്, അതായത് ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ദന്ത ഡോക്ടർ ആൽക്കോളിസം അമരിലോ ടെക്സാസ് അവിടെ തുടങ്ങി. വിനോവൻലി അറേഞ്ച്ഡ് മൈ അഡ്മിഷൻ ടു ഡെന്റൽ കോളേജ് ഡ്യൂറിങ് മൈ ഫസ്റ്റ് ഇയർ ദർ ഐ മാരീഡ്. അപ്പോൾ മറ്റൊരു ഡെന്റിസ്റ്റാണ് അത് തുടങ്ങിയത്. ഞാൻ ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വർഷം തന്നെ ആ ഫസ്റ്റ് ഇയർ എന്ന് വെച്ച് ഞാനും കല്യാണം കഴിച്ചു. ഫിയർ ലവ് ഓഫ് ഡെന്റിസ്ട്രി, ഭയം, സ്നേഹം, ലവ് ഓഫ് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ഇതിനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഈ ദന്ത ഡോക്ടർ എന്നുള്ള ആ ജോലിയോടുള്ള സ്നേഹം, ആൻഡ് ആൻ ഇമിറ്റേഷൻ ഓഫ് മൈ ഫാദേഴ്സ് പീരിയോഡിക് ഡ്രിങ്കിങ് പാറ്റേൺ. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ ഇങ്ങനെയുള്ള കുടി, പീരിയോഡിക് ഡ്രിങ്കിങ് പാറ്റേൺ, ഇങ്ങനെ കാലാകാലങ്ങളായിട്ടുള്ള കൂടി ടുക്ക് മീ ത്രൂ ഡെന്റൽ കോളേജ് സോബർലി. അത് എനിക്ക് ഡെന്റൽ കോളേജിലേക്ക് സുബോധാവസ്ഥയിൽ പോകാൻ സഹായിച്ചു. എക്സെപ്റ്റ് ഫോർ ദ ഫ്യൂ പാർട്ടീസ്, ഏതാനും ചെറിയ ചെറിയ പാർട്ടികൾ മാത്രമേ കുടിച്ചുള്ളൂ. ആൻഡ് വെക്കേഷൻസ് ദോസ് 4 years, പിന്നെ ആ 4 വർഷക്കാലത്തെ വെക്കേഷനിൽ മാത്രമേ കുടിച്ചുള്ളൂ. ഐ ഗ്രാജുവേറ്റഡ് വിത്ത് ഹോണേഴ്സ്. അങ്ങനെ ഞാൻ ഹോണർ ഡിഗ്രിയോട് കൂടി അവിടെ നിന്ന് ബിരുദം നേടി. അപ്പോൾ 3 കാര്യങ്ങളാണ് എന്താ പറയുന്നത്. അതായത് ഭയം കൊണ്ട് അയാൾ കൂടി നിർത്തി, ദന്ത ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള അതിനോടുള്ള സ്നേഹം കൊണ്ട് കൂട്ടി നിർത്തി, പിന്നെ തൻ്റെ അച്ഛൻ്റെ പീരിയോഡിക് ആയിട്ടുള്ള ആ പാറ്റേൺ കണ്ടിട്ട് അദ്ദേഹത്തിന് കൂടി നിർത്തി. പിന്നെ ഡെന്റൽ കോളേജിൽ അതുകൊണ്ട് തന്നെയാണ് കൂടി നിർത്തി സോബറായി പോകാൻ കഴിഞ്ഞത്. അദ്ദേഹം കുറച്ച് പാർട്ടികളിൽ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പക്ഷെ 4 വർഷക്കാലം ഉണ്ടാകുന്ന വെക്കേഷനുകളിൽ മാത്രമേ അദ്ദേഹം കുടിച്ചുള്ളൂ. ആ ഗ്രാജുവേറ്റഡ് വിത്ത് ഹോണേഴ്സ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ബിരുദം നേടി പുറത്തിറങ്ങി. ബട്ട് കുഡ് നോട്ട് ഫീൽ എനി റിയൽ റെസ്പോൺസ് ആസ് എ ഫാദർ ഓർ എ ഹസ്ബൻഡ്. പക്ഷെ ഒരു അച്ഛൻ എന്ന രീതിയിലും ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൽ ഒരു ഉത്തരവാദിത്തം കണ്ടില്ല. ദെൻ കെയിം മൈ ടൂർ ഇൻ ദ US നേവി. അങ്ങനെ ഞാൻ ആ US നേവിയിൽ ടൂർ, പാർട്ട് ഓഫ് ഇറ്റ് ബീയിങ് 2 years ഇൻ ദ ഫിലിപ്പീൻസ്. US നേവി ചേർന്നിട്ട് 2 വർഷക്കാലം ഫിലിപ്പീൻസിൽ അതിന്റെ ഭാഗമായിട്ട് പോയി. മൈ ലൈഫ് ദെയർ വാസ് എ നൈറ്റ് മെയർ. അവിടെയുള്ള പേടി സ്വപ്നമായിരുന്നു എൻ്റെ അവിടുത്തെ ജീവിതം. ഓഫ് പീരിയോഡിക് ബിഞ്ചസ് ഓൺ ആൽക്കഹോൾ ആൻഡ് പിൽസ്, അതായത് തുടർച്ച ഇടവേളകളിലുള്ള മദ്യമായുള്ള കുടിയും ഗുളിക കഴിക്കലും, അഡൽട്ടറി, അൺഹാപ്പി ഹവേഴ്സ് അറ്റ് ദ ഡെന്റൽ ഓഫീസ്. പിന്നീട് മോശമായിട്ടുള്ള അഡൽട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ അസന്തുഷ്ടികരമായ സമയമായിരുന്നു ഡെന്റൽ ഓഫീസിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ദന്ത ഓഫീസിൽ. സീയിങ് മൈ വൈഫ് ഗീവ് ബർത്ത് ടു അവർ സെക്കൻഡ് ചൈൽഡ്. എൻ്റെ ഭാര്യ എൻ്റെ രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചു. ആൻഡ് ഹാവ് സെവറൽ മിസ്കാരേജസ്, അതായത് ഒരുപാട് ഈ പറയുന്ന ഗർഭാലസലുകൾ നടത്തിയതിന് ശേഷമാണ് ഈ രണ്ടാമത്തെ കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ലിവിങ് ഇൻ എ ട്രബിൾ ആൻഡ് ഹൗസ് ഹോൾഡ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഈ പറയുന്ന കുറെ പ്രശ്നങ്ങളുള്ള ഇതിലാണ് അവൾ ജീവിച്ചിരുന്നത്. ആൻഡ് മേക്കിംഗ് കണ്ടിന്യൂവൽ അറ്റംപ്റ്റ്സ് ടു ബി ദ റെസ്പെക്ടബിൾ ഡെന്റിസ്റ്റ്, അതായത് വീണ്ടും തുടർച്ചയായിട്ട് റെസ്പെക്ട് കിട്ടുന്ന അല്ലെങ്കിൽ ബഹുമാനം കിട്ടുന്ന ഒരു ദന്ത ഡോക്ടർ ആകാനായിട്ടാണ് ഞാൻ പലപ്പോഴും പരിശ്രമിച്ചത്. ഹസ്ബൻഡ്, ഫാദർ ആൻഡ് കമ്മ്യൂണിറ്റി ലീഡർ. ഭർത്താവ്, അച്ഛൻ, കമ്മ്യൂണിറ്റി ലീഡർ, അതായത് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയിലെ ലീഡർ ആവാൻ ഞാൻ ശ്രമിച്ചു. A return to the United States proved effective as a geographical cure and a period of sobriety ensured. അതായത് USA ഈ പറയുന്ന ഫിലിപ്പീൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അത് തെളിയിക്കുന്നത് ജിയോഗ്രാഫിക്കൽ ക്യൂറിനാണ്. അതായത് ഇങ്ങനെ സ്ഥലങ്ങൾ മാറുമ്പോൾ കിട്ടുന്ന സുഖപ്പെടൽ. ആൻഡ് പീരീഡ് ഓഫ് സോബറിറ്റി എൻസ്യൂർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ചർച്ച്. വീണ്ടും ഞാൻ ചർച്ചുകളിൽ പോയിരുന്നതുകൊണ്ട് എനിക്ക് വീണ്ടും സുബോധാവസ്ഥയിലെത്താൻ സാധിച്ചു. when I went back to my hometown to go into private practice. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ സ്വകാര്യ പരിശീലനം, ദന്ത ഡോക്ടർ എന്നുള്ള സ്വകാര്യ പരിശീലനത്തിനായി പോയി. ഐ എക്സ്പീരിയൻസ്ഡ് അനദർ ബ്രീഫ് lull in my addiction to alcohol and drugs. അങ്ങനെ വീണ്ടും ആ പറയുന്ന ആൽക്കഹോളും മദ്യവും പിന്നെ ഡ്രഗുമായിട്ട് വീണ്ടും പെരുമാറാൻ തുടങ്ങി. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ടേക്ക് ലോങ് ഫോർ ദ പ്രഷർ ഓഫ് ലിവിങ് ടു ബ്രിങ് ഔട്ട് ഓഫ് മൈ ഇമ്മെച്യൂരിറ്റി ആൻഡ് മൈ ഇൻസെക്യൂരിറ്റി. അതെന്നെ എൻ്റെ ഈ ഇമ്മച്യൂരിറ്റി പുറത്തു കൊണ്ടുവന്നു. സുരക്ഷിതാവസ്ഥ, അതായത് ജോലിയൊക്കെ കിട്ടി, പൈസയൊക്കെ കിട്ടി സുരക്ഷിതമായി ജീവിക്കാവുന്ന ഒരവസ്ഥയും ഇല്ലാണ്ടാക്കി. ഡിപ്പെൻഡന്റ് ഓൺ ഒപ്റ്റിമിസം ആൻഡ് അംബിഷൻസ് ടു ലൈവ് ഇൻ സൊസൈറ്റി. പിന്നീട് ഞാൻ നന്നായി എനിക്ക് ഈ സൊസൈറ്റിയിൽ, ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ള ഇതിൽ ഞാൻ ആശ്രയിച്ചു തുടങ്ങി. when I began to tire, അതായത് ഐ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ കെമിക്കൽസ് ടു കീപ് ഗോയിങ്. അപ്പം പലപ്പോഴും ഞാൻ ടയേർഡ് ആവുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കെമിക്കലുകളെ ആശ്രയിക്കാൻ തുടങ്ങി. ഐ കെയിം ടു AS സിംപ്ലി ബിക്കോസ് there were no
അതർ ഡോർസ് ഓഫ് ഹെൽപ്പ് ഓപ്പൺ ടു മീ ഇൻ മൈ ഹോം ടൗൺ. എൻ്റെ നാട്ടിൽ മറ്റൊരു വാതിലും രക്ഷയ്ക്കായി തുറന്നില്ല. അതുകൊണ്ട് ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ എത്തി. ഇൻ എയിൽ ഐ ഹാവ് ഹാഡ് ടു ബി ടോൺ ഡൗൺ. ഞാൻ എൻ്റെ ശബ്ദം കുറച്ച് ആൻഡ് ദെൻ പുട്ട് ബാക്ക് ടുഗദർ ഡിഫറെൻ്റ്ലി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായ രീതി ചെയ്തു. നോ വൺ കുഡ് ലൈവ് വിച്ച് സച്ച് ആസ് ഇറസ്പോൺസിബിൾ. ഒരാളും ഇത്തരത്തിൽ ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുന്നില്ല. ഇമ്മച്ചുവർ ലൈഫ്, ഒരു ഉം, മുതിരാത്ത അല്ലെങ്കിൽ വളരാത്തൊരു ജീവിതം. ആസ് ഐ ഹാഡ് വിത്തൗട്ട് കോൺസിക്വൻസസ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു ജീവിതം ആയിരുന്നു അത്. എ മേഡ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് മൈ പാസ്റ്റ് ആക്ഷൻസ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എൻ്റെ മുൻകാല പ്രവർത്തികളെ നേരിടാനായിട്ടുള്ള ശക്തി തന്നു. ആഫ്റ്റർ ഐ കെയിം ടു ഞാൻ എയിലെത്തിയതിനു ശേഷം ഐ വാസ് ഡൈവേഴ്സ്ഡ് ബൈ മൈ വൈഫ്. ഞാൻ എൻ്റെ ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ പ്രാക്ടീസ്. എൻ്റെ പരിശീലനം മുഴുവൻ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ദന്ത ഡോക്ടർ എന്നുള്ള പരിശീലനം നഷ്ടപ്പെട്ടു. ഐ വാസ് ലീഗലി റിസ്ട്രൈൻഡ് ഫ്രം സീയിങ് മൈ ചിൽഡ്രൻ. അതായത് എൻ്റെ കുട്ടികളെ കാണുന്നതിനുള്ള ഒരു തരത്തിലുള്ള നിയമപരമായ പരിരക്ഷയും എനിക്ക് കിട്ടില്ല. ഐ വെൻ ബ്രോക്ക്. ഞാൻ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ആൻഡ് ദ ഡെന്റൽ സൊസൈറ്റി ത്രട്ടൺ മീ വിത്ത് ലോസ് ഓഫ് മൈ ലൈസൻസ്. എൻ്റെ ലൈസൻസ് നഷ്ടപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദന്ത ഡോക്ടറുടെ സൊസൈറ്റി എന്നെ ഭീഷണിപ്പെടുത്തി. ഒൺലി എ കെപ്റ്റ് മീ ഫ്രം റണ്ണിങ് അവേ. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസ് മാത്രം എന്നെ ഓടി അകലിൽ നിന്ന് എന്നെ കീപ്പ് ചെയ്തു. എന്നോട് വിട്ടുപോകാതിരിക്കാൻ എന്നെ സഹായിച്ചു. മൈ എക്സ്പീരിയൻസ് ഹാസ് ബീൻ ആക്റ്റീവ്. അതുകൊണ്ട് എൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അനുഭവങ്ങൾ വളരെ ആക്റ്റീവാണ്. 3 മീറ്റിംഗ്സ് എ വീക്ക്. ഒരാഴ്ചയിൽ 3 മീറ്റിംഗ്. മെനി ടേപ്സ്. പിന്നെ ഈ പറയുന്ന ടേപ്പുകൾ കേട്ടോണ്ട് റെക്കോർഡിങ്സ് കേട്ടോണ്ടിരിക്കും. മെനി കോൺഫറൻസ്. ഞാൻ പല ആൽക്കഹോളിക്സ് അനോണിമസിലെ കോൺഫറൻസിൽ പോകും. മച്ച് വർക്ക് ഓൺ ദ 12 സ്റ്റെപ്സ്. 12 പടികൾ ഞാൻ പരിശീലിക്കും. ഹാസ് ഗിവൺ മീ എ ന്യൂ വൈഫ്, എ ബ്യൂട്ടിഫുൾ സ്റ്റെപ്പ് ഡോട്ടർ. എനിക്ക് ഒരു പുതിയ ഭാര്യയെ ആൽക്കഹോളിക്സ് അനോണിമസ് ആയതുകൊണ്ട് എനിക്ക് കിട്ടി. എനിക്കൊരു സ്റ്റെപ്പ് ഡോട്ടറേയും കിട്ടി. എ ന്യൂ പ്രാക്ടീസ്. എനിക്കൊരു പുതിയ പരിശീലനം കിട്ടി ഡോക്ടർ എന്നുള്ള. എ ന്യൂ ഹോം. ഒരു പുതിയ വീട് കിട്ടി. ആൻഡ് എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് മൈ 4 ചിൽഡ്രൻ. എൻ്റെ 4 കുട്ടികളുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധത്തിൽ പോകാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതിലെല്ലാം ഉപരിയായി എ ഹാസ് എനേബിൾഡ് മീ ടു ഗോ ബാക്ക് ആൻഡ് സ്റ്റാർട്ട് ഗ്രോയിങ് അപ്പ് ഓൾ ഓവർ അഗൈൻ ഇൻ ഓൾ ഏരിയാസ് ഓഫ് മൈ ലൈഫ്. എ എന്നെ വീണ്ടും തിരിച്ചു പോയി വീണ്ടും വളരാൻ, ഗ്രോയിങ് അപ്പ്, സ്റ്റാർട്ട് ഗ്രോയിങ് ഓൾ ഓവർ അഗൈൻ, വീണ്ടും വളരാൻ സഹായിച്ചു. ഇൻ ഓൾ ഏരിയാസ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തിരിച്ചു പോയിട്ട് വളരാനായിട്ട് എന്നെ സഹായിച്ചു. ട്രൂത്ത് ആൻഡ് സിൻസിയറിറ്റി നോട്ട് കം ഈസിലി ടു മീ. സത്യവും ആത്മാർത്ഥതയും രണ്ടും കൂടി ഒന്നിച്ച് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ല. അഡ്മിറ്റിംഗ് ദാറ്റ് ഐ ആം റോങ്. ഞാൻ പലപ്പോഴും റോങ് ആണെന്ന് സമ്മതിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഓർ ദാറ്റ് ഐ ഡു നോട്ട് നോ ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ. എനിക്കറിയില്ല എന്തുകൊണ്ടോ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിക്കാൻ. മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗ്രോസ് ഡീപ്പർ ഈച്ച് ഡേ ഐ ആം സോബർ. ഓരോ ദിവസവും ഞാൻ സുബോധാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനോട് നന്ദിയുള്ളവനാണ്. മൈ സെക്കൻഡ് വൈഫ് ഈസ് എ യങ് മെമ്പർ. എൻ്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ഒരു യുവതിയായ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗം തന്നെയാണ്. മെമ്പർ 2. ആൻഡ് വാട്ട് എ ടെറിഫിക് അഡ്വഞ്ചേഴ്സ് ദിസ് ഈസ് ഫോർ അസ്. ഞങ്ങൾക്ക് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വളരെ സാഹസികമായ ജീവിതമാണ്. കാരണം രണ്ടുപേരെ ഏക്കാരാണ്. ഓൾ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗെയിൻസ്റ്റ് മീ. എല്ലാവിധ കണക്കുകൂട്ടലുകളും എനിക്കെതിരാണ്. ഐ എം എ യങ് ആൽക്കഹോളിക് വിത്ത് എ ഡ്രഗ് പ്രോബ്ലം. ഞാനാണെങ്കിൽ ഒരു യുവാവായ ആൽക്കഹോളിക് ആണ്. എനിക്ക് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ഡോക്ടറാണ്. ദ ഹസ്ബൻഡ് ഓഫ് ആൻ ആൽക്കഹോളിക്. അതുകൂടാതെ ഞാനൊരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഭാര്യയുടെ ഭർത്താവാണ്. ദ സൺ ഓഫ് ആൻ ആൽക്കഹോളിക്. ഞാനൊരു ആൽക്കഹോളിക്കിന്റെ മകനാണ്. ആൻഡ് എ മെൻ വൺസ് ഡയഗ്നോസ്ഡ് ആസ് എ വയലന്റ് മാനിക് ഡിപ്രസീവ്. ഒരിക്കല് തെളിയിക്കപ്പെട്ടതാണ് ഞാൻ വളരെയധികം വയലന്റ് ആകുന്ന മാനസിക നിരാശാബോധമുള്ള ഒരാളാണ്. വൈ ഐ ലവ്. എന്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്? ഫ്രീ, സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത്. റെസ്പെക്റ്റഡ് മെമ്പർ ഓഫ് മൈ കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് എൻ്റെ സമൂഹത്തില് ബഹുമാനപുരസ്സരം എനിക്ക് ജീവിക്കാൻ കഴിയുന്നത്? ബിക്കോസ് റിയലി വർക്ക്സ് ഫോർ മീ. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് എന്നിൽ ശരിക്കും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത്. അദ്ദേഹം ഒരു ഡെന്റൽ ഡോക്ടറിന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും ആൽക്കഹോളിക് ആയിരുന്നു. ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. മക്കളെ കാണാതെ പറ്റാതെ വന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുബോധാവസ്ഥയിൽ നിൽക്കാനും രണ്ടാമത് കല്യാണം കഴിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. അടുത്ത കഥ പറയുന്നത് ഡോക്ടർ ആൽക്കഹോളിക് അഡിക്റ്റ് എന്നാണ്. ഒരു ഡോക്ടറാണ്, ആൽക്കഹോളിക് ആണ്, പിന്നെ അതൊരു അഡിക്റ്റ് ആണ്. ദ ഫിസിഷ്യൻ വാസ് ഇൻ ഹുക്ക്ഡ് മീ ഹി തോട്ട്. അവൻ വിചാരിച്ച പോലെ അവന് ഹുക്ക് ചെയ്യാൻ പറ്റില്ല. ഹി ജസ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ഫോർ ഹിസ് മെനി എയിൽമെന്റ്സ്. അക്സെപ്റ്റൻസ് വാസ് ഹിസ് കീ ടു ലിബറേഷൻ. അവന് ഇഷ്ടത്തിനനുസരിച്ച് അവൻ ഡ്രഗുകൾ
സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അവന്റെ സ്വീകരണമാണ് അവന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവന് കിട്ടിയ മാർഗം. ഇഫ് ദർ എവർ വാസ് എനിവൺ ഹൂ കെയിം ടു എ ബൈ മിസ്റ്റേക്ക്, ആരെങ്കിലും ആൽക്കോളിസ് അനോണിമസിൽ വന്നത് വളരെ മിസ്റ്റേക്കിങ്ങിലാണെങ്കിൽ ഇറ്റ് വാസ് ഐ, അത് ഞാനാണ്. ഐ ജസ്റ്റ് ഡിഡൻ ബിലോങ് ഹിയർ, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. നെവർ ഇൻ മൈ വൈൽഡസ്റ്റ് മൂമെന്റ്, ഏതെങ്കിലും വന്യമായ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഹാർഡ് ഇറ്റ് ഓക്കേർഡ്, ഇതിങ്ങനെ സംഭവിക്കുമെന്ന്. ടു മീ, എന്നിൽ സംഭവിക്കും, ദാറ്റ് ഐ മൈറ്റ് ലൈക്ക് ടു ബി ആൻ ആൽക്കഹോളിക്. അതായത് എപ്പോഴെങ്കിലും ഒരു ചിന്തയിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഒരു ആൽക്കഹോളിക് ആയി തീരുമെന്ന്. നെവർ വൺസ് ഹാഡ് മൈ മദർ ഈവൻ ഹിൻഡഡ് ടു ദ ഐഡിയ ദാറ്റ്, എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഒരിക്കലും അമ്മയാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചില്ല. ഈവൻ ഹിൻഡഡ്, സൂചിപ്പിച്ചു പോല്ല അറ്റ് ദ ഐഡിയ ദാറ്റ്, അങ്ങനത്തെ ഒരു ആശയത്തെ കുറിച്ച്. എന്താണ്? ഈവൻ ഐ ഗ്രൂ അപ്പ്, ഞാൻ വളരുമ്പോഴും ഐ മൈറ്റ് ലൈക്ക് ടു ബി പ്രസിഡന്റ് ഓഫ് എ, അതായത് ഞാൻ ആൽക്കോളിസ് അനോണിമസിന്റെ പ്രസിഡന്റ് ആവുന്ന പോലും അവരും വിചാരിച്ചു കാണില്ല. നോട്ട് ഓൺലി ഡിഡ് ഐ നോട്ട് തിങ്ക് ദാറ്റ് ഐ ബീയിങ് ആൻ ആൽക്കോളിക് വാസ് എ ഗുഡ്, ഞാനും അങ്ങനെ ചിന്തിച്ചില്ല എന്താണ് ആൽക്കഹോളിക് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഐ ഡിഡന്റ് ഈവൻ ഫീൽ ദാറ്റ് ഐ ഹാഡ് ഓൾ ദാറ്റ് മച്ച് ഓഫ് എ ഡ്രിങ്കിങ് പ്രോബ്ലം, എനിക്കും അങ്ങനെ വലിയ കുടിപ്രശ്നമുള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല. ഓഫ് കോഴ്സ്, തീർച്ചയായും ഐ ഹാഡ് പ്രോബ്ലം, എനിക്ക് പ്രോബ്ലം ഉണ്ട്, ഓൾ സോർട്ട് ഓഫ് പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇഫ് യു ഹാഡ് മൈ പ്രോബ്ലംസ് യു ഹാഡ് ഡ്രിങ്ക് ടു, നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളും കുടിക്കും, വാസ് മൈ ഫീലിംഗ്, അതായിരുന്നു എൻ്റെ വികാരം. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുടിക്കുക തന്നെ വേണം. മൈ മേജർ പ്രോബ്ലം വാസ് വേർ മാരിറ്റൽ, എൻ്റെ ഇഫ് യു ഹാഡ് മൈ വൈഫ് യു ഹാഡ് ഡ്രിങ്ക് ടു, എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് വൈവാഹിക ജീവിതമായിരുന്നു. എൻ്റെ ഭാര്യയെ പോലെ ഒരാളുണ്ടെങ്കിൽ നിങ്ങളും കുടിക്കും, അതായിരുന്നു എൻ്റെ ആശയം. മാർക്സ് എന്ന് പറയുന്ന ഭാര്യ, ആൻഡ് ഐ ഹാഡ് ബീൻ മാരീഡ് ഫോർ 28 years, 28 വർഷം ഞങ്ങൾ കല്യാണം കഴിച്ചു. വെൻ ഐ എൻഡഡ് അപ്പ് ഇൻ എ, ഞാൻ എയിലെ അവസാനം എത്തിച്ചേർന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ഔട്ട് ആസ് എ ഗുഡ് മാരേജ്, ആദ്യം നല്ല രീതിയിലാണ് മാരേജ് തുടങ്ങിയത്. നല്ല രീതിയിൽ തന്നെയാണ് മാരേജ് ബട്ട് ഇറ്റ് ഡിറ്ററേറ്റഡ് ഓവർ ദ ഇയേഴ്സ് ആസ് ഷീ പ്രോഗ്രസ്ഡ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ക്വാളിഫൈങ് ഫോർ അലനോൺ. അത് പക്ഷെ അത് പിന്നീട് വളർന്ന് പല രീതിയിൽ അവൾ അലനോണിലായി കഴിഞ്ഞപ്പോ പല രീതിയിൽ പ്രശ്നങ്ങളാകാൻ തുടങ്ങി. വേരിയസ് സ്റ്റേജസ്. അറ്റ് വാട്ട് ഷീ ഷുഡ് സേ, യു ഡോണ്ട് ലവ് മീ, വൈ ഡോണ്ട് യു അഡ്മിറ്റ് ഇറ്റ്. അവൾ എന്നോട് ആദ്യം ചോദിച്ചത്, നീ എന്താണ് എന്നെ സ്നേഹിക്കാത്തത്, എന്തുകൊണ്ടാണ് നീ ഇത് അഡ്മിറ്റ് ചെയ്യാത്തത്. ലേറ്റർ ഷീ വുഡ് സേ, പിന്നീട് അവൾ പറയും, യു ഡോണ്ട് ലൈക്ക് മീ, നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ, വൈ ഡോണ്ട് യു അഡ്മിറ്റ് ഇറ്റ്, നീ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തത്, അല്ലെ അത് അഡ്മിറ്റ് ചെയ്യാത്തത്. ആൻഡ് ആസ് ഹർ ഡിസീസ് വാസ് റീച്ചിങ് ദ ടെർമിനൽ സ്റ്റേജസ് ഷി വാസ് സ്ക്രീമിങ്. പിന്നീട് അവള് സ്ക്രീം ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒച്ച വെക്കാൻ തുടങ്ങി. അവളുടെ അസുഖം കൂടിക്കൂടി വന്നു. യു ഹേറ്റ് മീ, നീ എന്നെ വെറുക്കുന്നു. യു ഹേറ്റ് മീ, നീ എന്നെ വെറുക്കുന്നു. വൈ ഡോണ്ട് യു അഡ്മിറ്റ് യു ഹേറ്റ് മീ, നീ എന്തുകൊണ്ടാണ് എന്നെ വെറുക്കുന്നതായിട്ട് എങ്ങനെ. സോ ഐ അഡ്മിറ്റഡ് ഇറ്റ്, അതുകൊണ്ട് ഞാൻ അത് അംഗീകരിച്ചു. ഐ റിമെമ്പർ വെരി വെൽ സെയിങ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ പറയുന്നത്, ദർ ഈസ് ഓൺലി വൺ പേഴ്സൺ ഇൻ ദ വേൾഡ് ഹുസ് ഗട്ട്സ് ഐ ഹേറ്റ് വേഴ്സ് ദാൻ യുവേഴ്സ് ആൻഡ് ദോസ് ആർ മൈ ഓൺ. അതായത് നീ ഒരു ഒറ്റ ഒരാളെ ഞാൻ വെറുക്കുന്നുള്ളൂ, അത് നിന്നേക്കാൾ ഉപരിയായി അത് എന്നെ തന്നെയാണ്. ഷീ ക്രൈഡ് എ ബിറ്റ് ആൻഡ് വെന്റ് ടു ബെഡ്, അവൾ കരഞ്ഞു, പിന്നെ അവൾ ബെഡിലേക്ക് പോയി. ദാറ്റ് വാസ് ഓൺലി ആൻസർ ടു പ്രോബ്ലംസ് ദാറ്റ് ഷീ ഹാഡ് ലെഫ്റ്റ്. അവളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കരയുക എന്ന് പറയുന്നതും ബെഡിൽ പോയി കിടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവർക്കുള്ള ഉത്തരം. ഐ ക്രൈഡ് എ ബിറ്റ്, ഞാൻ ചെറുതായിട്ട് കരഞ്ഞു. ആൻഡ് ദെൻ മിക്സ്ഡ് മീ അനദർ ഡ്രിങ്ക്, അതുകൊണ്ട് പിന്നീട് ഞാൻ പോയിട്ട് വേറെ കുടിയെടുക്കാൻ തുടങ്ങി. ടുഡേ, ഇന്ന്, വി ഡോണ്ട് ഹാവ് ടു ലൈവ് ലൈക്ക് ദാറ്റ് എനിമോർ, ഇന്ന് എനിക്ക് അതുപോലെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. മാർക്സ് ഹാഡ് ഗോട്ടൺ ദാറ്റ് വേ ബിക്കോസ് ഐ ഡിഡ്ന്റ് കെയർ. അതായത് അവളും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എന്നിരുന്നാൽ തന്നെ ഞാനത് ശ്രദ്ധിക്കാറില്ല. ഇൻഡീഡ് ഇറ്റ് സീംഡ് ദാറ്റ് ഐ കെയർഡ് ടു മച്ച്, കാരണം ഞാൻ എന്നിരുന്നാൽ തന്നെ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഐ ഹാഡ് സെൻഡ് ഹർ ടു 4 കോൺസിക്യൂട്ടീവ് സൈക്കാട്രിസ്റ്റ്, ഞാൻ അവളെ 4 മനഃശാസ്ത്രജ്ഞന്മാരെ എടുത്തു കൊണ്ടുപോയി. ആൻഡ് നോട്ട് വൺ ഓഫ് ദം ഹാഡ് ഗോട്ടൺ മീ സോബർ. ഐ ഹാഡ് സെൻഡ് ഹർ ടു 4 4 മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി, പക്ഷെ എന്നാലും എന്നെ സുബോധവനാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഐ ഓൾസോ സെൻഡ് മൈ കിഡ്സ് ടു സൈക്കാട്രിസ്റ്റ്, ഞാൻ എൻ്റെ കുട്ടികളെ പോലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ടു. ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നുണ്ട്, വൺ ടൈം, ഒരു സമയത്ത്, ഈവൻ ദ ഡോഗ് ഹാഡ് എ സൈക്കാട്രിസ്റ്റ് ഡയഗ്നോസിസ്, എൻ്റെ പട്ടീനെ പോലും സൈക്കാട്രിക് ഡയഗ്നോസ് ചെയ്യുന്നു. ഐ എൽഡ് അറ്റ് മാർക്സ്, വാട്ട് ഡു യു മീൻ, ദ ഡോഗ് ജസ്റ്റ് നീഡ്സ് മോർ ലവ്. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ എന്താണ് അർത്ഥമാക്കുന്നത്, പട്ടിക്കും കൂടുതൽ സ്നേഹം വേണമെന്നാണോ.
You tell that dumb cat and dog doctors he is not a Beverly Hills psychiatrist. അതായത് നീ ആ ഡോക്ടറോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ഹീസ് നോട്ട് എ ബെവർലി ഹിൽസ് സൈക്കാട്രിസ്റ്റ്. അവൻ നല്ലൊരു മാനസിക രോഗവിദഗ്ധനല്ല. ഓൾ ഐ വാണ്ട് ടു നോ ഈസ്, എനിക്കെല്ലാം അറിയേണ്ടതുണ്ട്, ഒരു കാര്യം അറിഞ്ഞാൽ മതി. വൈ ഡസ് ദാറ്റ് ഡോഗ് വെറ്റ് ഇൻ മൈ ലാപ്പ് എവരി ടൈം ഹോൾഡ് ഹിം. അതായത് അവൻ എൻ്റെ മടിയിലിരിക്കുമ്പോൾ ആ പട്ടി എന്തിനാണ് എപ്പോഴും മൂത്രം ഒഴിക്കുന്നത്. ദാറ്റ് ഡോഗ് വാസ് ഇൻ വെറ്റ് മൈ പാൻസ് വൺസ് സിൻസ് ഐ ജോയിൻഡ് ആൻഡ് നെയ്തർ ഹാവ് ഐ. അതുപോലെ തന്നെ ആ പട്ടി എൻ്റെ മടിയിലിരിക്കും. ആൽക്കോൾസ് അനോസിന്റെ മീറ്റിംഗിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും അവൻ മൂത്രം ഒഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനും പാൻ്റെ മൂത്രം ഒഴിച്ചിട്ടില്ല. ദ ഹാർഡർ ഐ വർക്ക്ഡ് വിത്ത് മാർക്സ്. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ മാർക്സിനോട് ഐ ഹാഡ് ഞാൻ മാർക്സുമായിട്ട് വളരെയധികം വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പോലും ഷീ സിക്കഡ് ഷീ ഗോട്ട്. സോ വെൻ ഐ എൻഡഡ് അപ്പ് അറ്റ് എ സൈക്കോ വാർഡ്, ഞാനൊരു സൈക്കോ വാർഡിൽ അവസാനം എത്തിച്ചേർന്നു. ഐ വാസ് ഇൻ ഓൾ ദാറ്റ് സർപ്രൈസ്ഡ്. ഞാൻ മാനസികമായിട്ടുള്ള ആശുപത്രിയിൽ കൊടുത്തു. പക്ഷെ ഞാൻ അത്ര അത്ഭുതപ്പെട്ടില്ല. ബട്ട് ദെൻ വെൻ ദാറ്റ് സ്റ്റീൽ ഡോർ സ്ലാംഡ് ഷട്ട്, എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഞാനിങ്ങനെ മാനസികാരോഗ്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതാണ്. പക്ഷെ ആ സ്റ്റീലിന്റെ ഡോറുകൾ എന്റെ പുറകിൽ അടഞ്ഞപ്പോൾ, ആൻഡ് ഷീ വാസ് ദ വൺ ദാറ്റ് വെന്റ് ഹോം, ഐ വാസ് അമേസ്ഡ്. അവൾ മാത്രമാണ് വീട്ടിൽ പോയത്, ഞാൻ പോയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഐ ഹാഡ് ബിഗാൻ ടു ഡ്രിങ്ക് ഇൻ ദ ഇയർലി ഇയേഴ്സ് ഓഫ് ഫാർമസി സ്കൂൾ. ഞാൻ കുടിക്കാൻ തുടങ്ങിയത് ഫാർമസി സ്കൂൾ മുതലേ ഞാൻ കുടിക്കാൻ തുടങ്ങി. ഇൻ ഓർഡർ ടു ഗെറ്റ് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ വേണ്ടി കുടിക്കേണ്ടിയിരുന്നു. ആഫ്റ്റർ ഗോയിങ് ടു സ്കൂൾ ഓൾ ഡേ, മുഴുവൻ സമയം സ്കൂളിൽ പങ്കെടുത്തു. വർക്കിംഗ് ഇൻ ദ ഫാമിലി ഡ്രഗ് സ്റ്റോർ ഓൾ ഈവനിങ്, എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന മരുന്ന് കടയിൽ ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും ജോലി ചെയ്തു. ആൻഡ് ദെൻ സ്റ്റഡിങ് ആൻഡിൽ 1 or 2 ഇൻ ദ മോർണിംഗ്. 1 മണിക്ക് 2 മണിക്ക് എണീറ്റിരുന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഐ വുഡ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ് സൗണ്ട്ലി, എനിക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. വിത്ത് എവറിഥിങ് ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് ഗോയിങ് അറൌണ്ട് ഇൻ മൈ ഹെഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ തലയ്ക്ക് ചുറ്റും വരുന്ന എല്ലാം ഞാൻ പഠിക്കാൻ തുടങ്ങി. ഐ വുഡ് ബി ഹാഫ് അസ്ലീപ് ആൻഡ് ഹാഫ് അവേക്ക്, പകുതി ഉറക്കത്തിലും പകുതി ഉണർവിലുമായിരുന്നു. ആൻഡ് ഇൻ ദ മോർണിംഗ്, അതും പ്രത്യേകിച്ച് രാവിലെ. ഐ വുഡ് ബി ബോത്ത് ടയേർഡ് ആൻഡ് സ്റ്റുപ്പിഡ്, ഞാൻ വളരെ ക്ഷീണിതനും സ്റ്റുപ്പിഡുമായിരുന്നു. ദെൻ ഐ ഫൗണ്ട് ദ സൊല്യൂഷൻ, പിന്നീട് ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അറ്റ് ദ എൻഡ് ഓഫ് സ്റ്റഡി ടൈം, എല്ലാം പഠിച്ചു കഴിഞ്ഞ അവസാന സമയത്ത് ഐ വുഡ് ഡ്രിങ്ക് 2 ബിയേഴ്സ്, 2 ബിയർ അടിക്കാൻ തുടങ്ങി. ജമ്പ് ഇൻ ബെഡ്, പെട്ടെന്ന് ബെഡിലേക്ക് ചാടി കയറും. സ്ലീപ്പ് റിയൽ ഫാസ്റ്റ്, പെട്ടെന്ന് ഉറങ്ങാൻ തുടങ്ങി. ആൻഡ് വേക്കപ്പ് സ്മാർട്ട്, അത് സ്മാർട്ടായിട്ട് എണീക്കാനും തുടങ്ങി. ഐ ഡ്രാങ്ക് മൈ വേ ത്രൂ സ്കൂൾസ് ആൻഡ് ഓൾവേസ് ഗോട്ട് ഹോണേഴ്സ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്കും ഞാൻ കുടിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്ക് ഹോണറുകൾ കിട്ടാൻ, എന്ന് വെച്ചാൽ പ്രതിഫലം കിട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ ബഹുമാനം കിട്ടാൻ തുടങ്ങി. ആൻഡ് ആസ് ഐ വെന്റ് ത്രൂ ഫാർമസി സ്കൂൾ, ഞാൻ ഫാർമസി സ്കൂളിൽ പോകുന്ന വഴിക്കും ഞാൻ കുടിക്കാൻ തുടങ്ങി. ഗ്രാജുവേറ്റ് സ്കൂൾ, മെഡിക്കൽ സ്കൂൾ, ഇന്റേൺഷിപ്പ്, റെസിഡൻസി ആൻഡ് സ്പെഷ്യലി ട്രെയിനിങ്, ആൻഡ് ഫൈനലി വെന്റ് ഇൻ ടു പ്രാക്ടീസ്. മൈ ഡ്രിങ്കിങ് കെപ്റ്റ് ഇൻക്രീസിങ്. അതായത് ഞാൻ ഫാർമസി സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തു, ഞാൻ മെഡിക്കൽ സ്കൂളിൽ പോയി, ഇന്റേൺഷിപ്പിന് പോയി, റെസിഡൻസിക്ക് പോയി, ആൻഡ് അതായത് ഡോക്ടർ ആവാനായിട്ടുള്ള ഇതിന്, ആൻഡ് സ്പെഷ്യലി ട്രെയിനിങ് ആൻഡ് ഓൾ. ഈ പരിശീലനങ്ങളുടെ ഇടയിലെല്ലാം, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രാക്ടീസിനിടയിലെല്ലാം എൻ്റെ കൂടി വന്നു. ബട്ട് ഐ തോട്ട് ഇറ്റ് വാസ് ബിക്കോസ് മൈ റെസ്പോൺസിബിലിറ്റി വേർ ഇൻക്രീസ്. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നതാണ്. ഇഫ് യു ഹാർഡ് മൈ റെസ്പോൺസിബിലിറ്റി, ഇഫ് യു നീഡഡ് ദ സ്ലീപ്പ് ലൈക്ക് ഐ ഡു, യു ഹാർഡ് ഡ്രിങ്ക് ടു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നെ പോലെ ഉത്തരവാദിത്തങ്ങൾ ഇത്ര അധികമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കുടിക്കേണ്ടി വരുമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. മൈ ഡ്രിങ്കിങ് ടുക്ക് പ്ലേസ് ആഫ്റ്റർ വർക്ക് ഹവേഴ്സ്. അതുകൊണ്ട് തന്നെ പിന്നീട് ജോലി ഇല്ലാത്ത സമയത്ത് പോലും ഞാൻ എന്നെ കുടിക്കാൻ തുടങ്ങി. ഐ റിമെമ്പർ finding myself in the middle of the night in the doctor's parking lot at the hospital with 1 foot in the car and 1 foot on the ground, not knowing which was the lead foot. അതായത് ഒരിക്കല് ഞാൻ എൻ്റെ ഡോക്ടർമാരെ പാർക്ക് ചെയ്യുന്ന കാറുകളെല്ലാം പാർക്ക് ചെയ്യുന്ന ആശുപത്രിയുടെ അവിടെ ഒരു കാല് വണ്ടിക്കുള്ളിലും മറ്റേ കാല് പുറത്തുമായിട്ട് അവിടെ കിടക്കുകയാണ്. ഏത് കാലാണ് ആദ്യം വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഫൈൻഡിങ് മൈസെൽഫ് ഹാങ്ങിങ് അപ്പ് ദ ടെലിഫോൺ, അതായത് ടെലിഫോൺ ഹാങ് ചെയ്തിട്ട്. ദെൻ റിയലൈസ് ഐ ഹാഡ് ഗോട്ടൺ ഔട്ട് ഓഫ് ബെഡ്. അതായത് ഞാൻ വിചാരിച്ചു, ഞാൻ ഞാൻ ബെഡിൽ നിന്ന് പുറത്തിറങ്ങി, ആൻസേർഡ് ദ ഫോൺ. ഞാൻ ഫോൺ ആൻസർ ചെയ്തു. ടേൺഡ് ഓൺ ദ ലൈറ്റ്, ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. ആൻഡ് ക്യാരിഡ് ഓൺ എ കോൺവെർസേഷൻ വിത്ത് പേഷ്യന്റ്, ഞാനൊരു രോഗിയുമായി സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഐ ഡിഡ്ന്റ് നോ വെദർ ഐ ഹാഡ് ടോൾഡ് ഹിം ടു റഷ് ടു ദ ഹോസ്പിറ്റൽ ആൻഡ്
അവിടെ മീറ്റ് ഹിം ദർ. എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ ആ രോഗിയോട് പറയുന്നത് നീ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വാ, ഞാൻ അവിടെ നിന്നെ കാണാമെന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. ഓർ ടു ടേക്ക് 2 ആസ്പിരിൻ ആൻഡ് കോൾ മീ ഇൻ ദ മോർണിംഗ്. 2 ആസ്പിരിൻ കഴിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. പക്ഷെ രാവിലെ വിളിക്കാൻ ഞാൻ പറഞ്ഞു വിത്ത് എ പ്രോബ്ലം ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞാൻ അഭിമുഖീകരിച്ചത്. ഐ കുഡിൻ ഗോ ബാക്ക് ടു സ്ലീപ്പ്. അങ്ങനെ പ്രശ്നം വന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. സോ ഐ ഹാഡ് സിറ്റ് അപ്പ്. ഞാൻ വീണ്ടും ഇരുന്നു. വാച്ച് ഓൾഡ് വാലസ് ബിയറി മൂവീസ്. ഞാൻ ഓൾഡ് വാലസ് ബിയറി മൂവീസ് കാണാൻ തുടങ്ങി. ഓൺ ഓൾ നൈറ്റ് ടി വി ആൻഡ് ഡ്രിങ്ക്. ഞാൻ ആ രാത്രി മുഴുവൻ ടി വി കണ്ടുകൊണ്ട് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിക്കുന്നത്. നമുക്ക് അതിന്റെ ബാക്കി 1-2-3 പേരും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്തായിട്ട് സംസാരിക്കാം. താങ്ക് യു. താങ്ക് യു ചോദിച്ചേട്ടാ. താങ്ക് യു.